ഹലോ വിവാൻ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. മിമ്പിൾ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിച്ചു വരുന്ന സൗജന്യമായിട്ടുള്ള വെബിനാറുകളുടെ ഭാഗമായിട്ട് ഇന്ന് സൈക്കോ തെറാപ്പിയിലെ ഒരു വളരെ സവിശേഷമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തെറാപ്പിയാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിഹേവിയറൽ കപ്പിൾ തെറാപ്പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഇന്ന് അവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഡിസ്കഷൻ ലീഡ് ചെയ്യുന്നത് നമ്മുടെ സുപരിചിതനായ നമുക്കെല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള സൈക്കോളജിസ്റ്റും അതേപോലെ തന്നെ സൈക്കോ തെറാപ്പിസ്റ്റും റെമഡിയൽ ട്രെയിനറുമായിട്ടുള്ള നിസാവ് സാറാണ്. നിസാവ് സാറ് ഈ ഒരു സെഷൻ മനോഹരമായി തന്നെ കൈകാര്യം ചെയ്യും. എല്ലാവരും ആദ്യാവസാനം ഉണ്ടാവുക, ചോദ്യോത്തര സെഷനുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള PPT നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും. ഈ തെറാപ്പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കണം ഈ ഒരു സെഷൻ കഴിഞ്ഞ് പോകേണ്ടത്. അവിടുത്തെ സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ ഒരു വെബിനാറിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്ന എൻ്റെ സുഹൃത്തും അതേപോലെ തന്നെ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള നിസാവ് സാറിനെയും ഈ ഒരു സെഷനിലേക്ക് വളരെ സന്തോഷത്തോടെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു മൈക്ക് നിസാവ് സാറിന് കൈമാറുന്നു. നിസാവ് സാർ പ്ലീസ്. ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. താങ്ക് യു ഫൈസൽ സാർ. ഫൈസൽ സാർ ഒരു യാത്രയിലാണ്, അതുകൊണ്ടാണ് പുള്ളിക്കാരൻ വീഡിയോയിൽ വരാം. സാധാരണ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എല്ലാ പ്രാവശ്യവും ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ഉണ്ടാവുന്നതാണ്. ഓക്കെ, എനിവേ, എന്താണ് വിശേഷങ്ങളൊക്കെ എല്ലാവരുടെയും? നമ്മളെ എല്ലാ വെള്ളിയാഴ്ചയും കൂടുന്നത് കൊണ്ട് പറഞ്ഞോളൂ. സുഖാണ്, നല്ല നിലയ്ക്ക് പോകുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല. അതെ, അത് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുള്ള വാക്കാണ് നമുക്ക് കേൾക്കേണ്ടത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് വല്ലാത്ത ഇന്നത്തെ കാലത്ത് നമ്മൾ അനുഭവിക്കുന്നതാണ്. ഫാമിലിയിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾ. സാധാരണ ഇതിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ബിഹേവിയർ കപ്പിൾസ് തെറാപ്പി എന്ന് പറയുന്നത്? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഐഡിയാസ് ഉണ്ടോ? ഇല്ല സർ, ഇല്ല. ഇല്ല. എല്ലാരും അതുപോലെ തന്നെയാണോ? ഓക്കെ. അപ്പോ ഞാന് കേട്ടിട്ടില്ലല്ലേ? അപ്പോ ഞാൻ തുടക്കത്തിൽ തന്നെ എന്താണ് നമ്മുടെ സാധാരണ ഉണ്ടാകുന്ന ഇപ്പൊ അടുത്ത കാലത്ത് എന്റെ അടുത്ത് തന്നെ വന്നിട്ടുള്ള ഒരു കേസിലൂടെ നമുക്ക് തുടങ്ങാം. അപ്പോ ആദ്യത്തെ ഒരു കേസ് എന്ന് പറയുന്നത്, ഈ കേസിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ക്ലാസ് കഴിഞ്ഞ ശേഷം എന്താണ് ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ഈ ഫാമിലിക്ക് നമുക്ക് എന്താണ് കൊടുക്കാൻ പറ്റുക എന്ന് ജസ്റ്റ് നിങ്ങൾ എഴുതി വെക്കുക. ഈ ഒരു കൗൺസിലിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ. പിന്നെ അതേപോലെ സാധാരണക്കാരാണെങ്കിൽ ഇപ്പോ ഈ ഒരു തെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മുടെ ലൈഫിലൊക്കെ ബാധിക്കുന്നതാണ്. അപ്പൊ ഇത് സ്വന്തം ലൈഫിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ എത്രത്തോളം മാറ്റം ഉണ്ടാവും എന്നുള്ളത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. കാരണം പ്രശ്നങ്ങൾ ഉണ്ട് എന്നല്ല, പല മാനസികമായിട്ടും പിന്നെ സാമ്പത്തികമായിട്ടും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പല ഫാമിലീസും ഉണ്ട്. അപ്പൊ ഞാനടക്കം പലതരത്തിലുള്ള പ്രോബ്ലംസ് നമ്മൾ ഹാൻഡിൽ ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഒരു തെറാപ്പി മൂലം നിങ്ങൾ എത്രത്തോളം അത് മാറ്റം ഉണ്ടാവും എന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രമിക്കുക. ഇപ്പൊ അടുത്ത കാലത്ത് ഒരു 2 ആഴ്ച മുമ്പ് ഒരു ഫാമിലിയുടെ ഒരു കേസ് വന്നു. അതായത് പുള്ളിക്കാരൻ പിന്നെ രണ്ടുപേരും ഒരേപോലെ ഗവൺമെന്റ് സർക്കിളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. 3 കുട്ടികളുണ്ട് അവർക്ക്. അപ്പോ ഒരു 6-7 വർഷം ഒരേ സർക്കിളിൽ തന്നെ അടുത്ത ഒരേ ജില്ലയിൽ തന്നെ ഓഫീസുമായിട്ട് കാര്യങ്ങളൊക്കെ ജോലി ചെയ്ത് മുന്നോട്ട് നല്ല അടിപൊളി ലൈഫ് എന്ന് തന്നെ പറയാം. പക്ഷെ അടുത്ത കാലത്തായിട്ട് പുള്ളിക്കാരനൊരു ട്രാൻസ്ഫർ കിട്ടി. ട്രാൻസ്ഫർ കിട്ടിയെന്ന് പറഞ്ഞാൽ അടുത്തൊരു ജില്ലയ്ക്ക്. അന്നപ്പോൾ പുള്ളിക്കാരൻ ഓട്ടോമാറ്റിക് അവിടെ പോയി താമസിച്ച് അവിടെ നിന്ന് ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം. ഒരു മാസത്തിൽ ഒരു തവണ വീട്ടിലേക്ക് വരിക എന്നുള്ളത്. പക്ഷെ ഇതിന് മുമ്പ് വരെ ലൈഫിൽ എന്താണെന്ന് വെച്ചാല് പുള്ളിക്കാരന് ഒരുമിച്ച് വീട്ടിലൊക്കെ സാധനങ്ങൾ ഒരുമിച്ച് പോകുന്നു, കുട്ടികളെ രണ്ടാളും ഒരുമിച്ച് നോക്കുന്നു, കാര്യങ്ങളൊക്കെ ഒരുമിച്ച് എല്ലാ രീതിയിലും കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരു ഫാമിലി. പക്ഷെ ഈ ഒരു ട്രാൻസ്ഫർ കാരണം ഇവരെ വൈഫിന് ചില സാഹചര്യത്തില് ചില മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ തുടങ്ങിക്കൂടി. കാരണം ഇവരും ജോലിക്ക് പോവുകയാണ്. പിന്നെ എല്ലാ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റക്ക് നോക്കണം, കുട്ടികളെ കാര്യം നോക്കണം. അങ്ങനെ എല്ലാത്തിലും മൊത്തത്തിൽ പ്രശ്നമായപ്പോൾ ഇവർക്ക് ആദ്യ തുടക്കത്തിലൊക്കെ നിങ്ങൾ എന്റെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളെ ജോലിയാണ് വലുത്, അങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുള്ള ചില പ്രയാസങ്ങൾ. അങ്ങനെയായിരുന്നു ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ അവർ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ഓരോന്ന് പറഞ്ഞ് അവരെ ഒരു ഡൈവോഴ്സ് കേസിലേക്ക് വരെ എത്തി.
എവിടെയാണ് തുടക്കേണ്ടുള്ളത്? ഈ ഒരു ചെറിയ ഒരു ട്രാൻസ്ഫർ നമ്മൾ സാധാരണ CPTയിലൊക്കെ പറയുമ്പോൾ ഒരു സിറ്റുവേഷൻ എവിടെയാണ് ഒരു ട്രാൻസ്ഫറിന്റെ ഒറ്റ വിഷയം. പക്ഷെ അതിനു മുമ്പ് അവർ ലൈഫിൽ മനോഹരമായി പോയിട്ടുണ്ട്. അതൊന്നും ഇവർക്ക് ഓർമ്മയില്ല. പ്രശ്നങ്ങളുടെ സമയത്ത് രണ്ടുപേരും ആലോചിക്കുന്നില്ല. കറന്റ് ഇയാള് പറയണത് എന്താണ്? പിന്നെ വൈഫ് എന്റെ കുറ്റങ്ങൾ മാത്രം കണ്ടെത്തുന്നു. ഭാര്യ പറയുന്നു അയാൾക്ക് എന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയമില്ല. ഈ ഒരു 2 വിഷയമായിട്ടാണ്. അതുകൊണ്ട് എന്താണ് ഞങ്ങൾക്ക് ഡൈവോഴ്സ് വേണം. അപ്പൊ കുട്ടികളോ? കുട്ടികൾ എന്താണ് 2 കുട്ടികൾ 2 പേരെ ഞാൻ എടുത്തോളാം. ഒരു കുട്ടി അങ്ങനെ. ഇവരെന്നെ ഡിസൈഡ് ചെയ്ത് തീരുമാനിച്ച് വരികയാണ്. അപ്പൊ ഇതൊരു കേസ്. പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതേ ഒരു മറ്റൊരു ഓപ്പോസിറ്റ് ഇയാള് പിന്നെ ഭർത്താവ് സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്നു. ഭാര്യ വീട്ടമ്മയാണ്. പുള്ളിക്കാരൻ എന്താണ് സ്വന്തം ജോലിയിൽ മാത്രം എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഭാര്യ ആവട്ടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ജോലി ചെയ്ത് മറ്റേ കുട്ടികളെ നോക്കുക, വീട്ടിലെ കുക്കിംഗ് ചെയ്യുക, ഇതൊക്കെ ആയിട്ട് രണ്ട് പാർട്ടായിട്ട് പോകുന്നു. പക്ഷെ ഇവർക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. കാരണം ഭാര്യ പറയുന്നു പിന്നെ അയാള് ജോലിയിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. വീട്ടിലത്തെ കാര്യമൊന്നുമില്ല. ഞാനാണ് എന്റെ കുട്ടികളെ നോക്കുന്നത്. അവർക്ക് വിദ്യാഭ്യാസം അവരെ പഠിപ്പിക്കുന്നത്, അവരുടെ സ്കൂളിൽ കാര്യങ്ങളും മറ്റേ സാധനങ്ങൾ വീട്ടിലത്തെ ഒക്കെ ഞാനാണ്. ഭർത്താവ് ഒരു കാര്യത്തിനും ശ്രദ്ധിക്കുന്നില്ല. അതേ സമയത്ത് ഭർത്താവ് എന്താണ് പറയുന്നത് ഭാര്യയെക്കുറിച്ച്? അവൾക്ക് എന്റെ കുറ്റങ്ങൾ മാത്രമേ എപ്പോഴും പറയാനുള്ളൂ. ഇത് രണ്ടും ഒരേ കേസ് കേൾക്കുമ്പോൾ ഒരുപോലെയാണെങ്കിൽ പോലും പക്ഷെ ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന പ്രയാസങ്ങൾ എന്താണ്? 2 തരത്തിലാണ് എന്ന് മനസ്സിലാക്കാം. ഞാൻ തുടക്കത്തിൽ ഈ 2 കേസും പറഞ്ഞത് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ഈ ഒരു കേസ്. പക്ഷെ ഇതില് നമുക്കിങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു തെറാപ്പി മൂലം ഉപയോഗിച്ച് ചില മാറ്റങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇവിടെ ഞാനൊരു ജസ്റ്റ് ഒരു തെറാപ്പി എന്നുള്ള നിങ്ങൾ പഠിപ്പിക്കാൻ ഡിസ്കഷൻ മോഡിലേക്ക് വരുന്നത്. ഇത് നമുക്ക് ഡീപ്പായിട്ട് കുറെ പഠിക്കാനുള്ളതാണ്. CBTന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കൊഗ്നിറ്റീവ് മറ്റേ ബിഹേവിയർ തെറാപ്പിന്റെ കുറെ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ DBT, RBT പല തെറാപ്പിയുടെ ചില മെത്തേഡുകളെല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഒരു തെറാപ്പിയാണ് ഈ ഒരു ബിഹേവിയർ കപ്പിൾ അത് പറയുമ്പോൾ BCT എന്ന് പറയും. ഇത് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു തെറാപ്യൂട്ടിക് മെത്തേഡാണ്. അതായത് ഈ ഒരു തെറാപ്പി കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ആരോഗ്യപരമായിട്ടുള്ള നല്ലൊരു ആശയവിനിമയം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഫാമിലി ലൈഫിൽ. പിന്നെ അതേപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ തൽക്കാലം ജസ്റ്റ് ഒന്ന് അഡ്രസ്സ് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് അതിലെന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഈ ഒരു കപ്പിൾസ് അതായത് ഫാമിലി ലൈഫിൽ എത്രത്തോളം ഇന്ററാക്ഷൻ എന്ന രീതിയിലേക്ക് അവരെ കൊണ്ടുപോവുക, അതേപോലെ തന്നെ നല്ലൊരു ഹെൽത്തി ഒരു ലൈഫിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഒരു BCT കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പല ഫാമിലിയിലും പിന്നെ ഈ ഡ്രഗ്സ് അതുപോലെ തന്നെ ഈ ഒരു എന്താണ് ഡ്രിങ്ക്സ് അത് കഴിക്കുന്ന കള്ള് കുടിച്ച് ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുള്ള ഫാമിലീസ് ഉണ്ടാവും. അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് ചിലപ്പോൾ ഭർത്താവിന് മാനസികമായി ചില പ്രശ്നങ്ങൾ കാരണം ഭാര്യ ബുദ്ധിമുട്ടുണ്ടാവും. ചില ഭാര്യയ്ക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിലൊക്കെ പിന്നെന്താണ് ഭർത്താവ് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അതുപോലെ വിശ്വാസപരമായിട്ട് എന്താണ് എപ്പോഴും ഭാര്യയെ സംശയം അല്ലെങ്കിൽ എപ്പോഴും ഭർത്താവിനെ സംശയം. ഇങ്ങനെ പലതരത്തിലുള്ള ചില പ്രയാസങ്ങൾ നമ്മുടെ ഫാമിലി ലൈഫിൽ ഉണ്ടാവാറുണ്ട്. അപ്പോ ഇതിനൊക്കെ എന്താണ് ബിഹേവിയറൽ തെറാപ്പി അതായത് ബിഹേവിയറൽ കപ്പിൾസ് തെറാപ്പി വളരെ എന്താണ് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ചില മെത്തേഡും ടെക്നിക്കുകളും ഉണ്ടെന്ന് മാത്രം. അപ്പോ ഇതില് പ്രധാനമായിട്ടും ഇതിന്റെ ലക്ഷ്യങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും നല്ല ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുള്ള ഒരു ആശയവിനിമയം ഇവരെ ഭാഗത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതെ, ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ആസ് എ തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഈ ഒരു ഫാമിലിക്കിടയിൽ ഭർത്താവിനും ഭാര്യയ്ക്കിടയിലും എവിടെയാണ് കോൺഫ്ലിക്റ്റ് ഉള്ളത് അത് മെയിനായിട്ട് നമ്മൾ മാറ്റിയെടുക്കുന്നത് കമ്മ്യൂണിക്കേഷനിലാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ കേസിൽ ഭർത്താവ് പറയാണ് എന്റെ കാര്യത്തിലൊന്നും അവൾ ശ്രദ്ധിക്കുന്നില്ല, എന്റെ കുറ്റങ്ങൾ മാത്രമാണ് അവൾ കാണുന്നത്. അപ്പൊ ഭാര്യ പറയാണ് എന്റെ കൂടെ എന്താണ് അയാൾക്ക് കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയമില്ല. അയാൾ ജോലിയിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോ ഇതൊരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ആണ് മെയിൻ ആയിട്ട്. അവർക്കിടയിൽ എന്താണ് അവിടെ നടന്നിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്താണ്, എന്നിട്ട് അതിനെ ഇമ്പ്രൂവ് ചെയ്ത് വെക്കണം. ഈ അവരുടെ സംസാരത്തിനിടയിൽ ആശയവിനിമയത്തിന് എന്തൊക്കെയാണ് അവരുടെ സംസാരിക്കുന്നത്, ഏത് വിഷയത്തെ പറ്റിയാണ് ഡെയിലി അടി ഉണ്ടാക്കുന്നത്, ഏത് വിഷയമായിട്ട് എന്താണ് അവർ പിന്നെ മാറി താമസിക്കുന്നത്, കുട്ടികൾക്കിടയിൽ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം അവരിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളത്. പിന്നെ ഒരു ഫോസ്റ്റർ ഇമോഷൻ എന്ന് പറയുന്നത് ഈ വൈകാരികമായിട്ടുള്ള അവരുടെ കണക്ഷൻ എത്രത്തോളം ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഈ വൈകാരികമായിട്ടുള്ള കണക്ഷൻ, ഇമോഷണൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ അവരുമായിട്ടുള്ള അടുപ്പം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താ ഫാമിലി ലൈഫ് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാം. ചിലപ്പോ ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ ഈ ഒരു കേസ് ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയാം. എന്താ ജസ്റ്റ് ഒരു ഉദാഹരണം സഹിതം പറയാം. ഒരു കുട്ടി വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷത്തോളായി.
അവര് തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുള്ളത് 4 തവണ മാത്രമാണ്. അപ്പോ അതേപോലെ എന്താണ് ഈ പല ഫാമിലി ലൈഫിലും ചിലപ്പോൾ ഒരു ഏജ്ഡ് ആയി 40-45 വയസ്സൊക്കെ കഴിഞ്ഞാല് പലർക്കും ഈ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിനോട് താല്പര്യം കുറയും. പക്ഷെ അത് ചിലപ്പോൾ എന്താണ് പാർട്ട്ണറുടെ ഒരു അടുപ്പം, ഇന്റിമസി എന്നൊക്കെ പറയുമ്പോൾ ഒരു അടുപ്പം കൊണ്ടായിരിക്കാം. അത് അത് നമ്മൾ തിരിച്ചറിയണം. പിന്നെ അതേപോലെ തന്നെ നെഗറ്റീവ് ബിഹേവിയർ പാറ്റേൺ, അതായത് ഇവർക്ക് എന്ത് മോശമായിട്ടുള്ള ഏത് കാര്യത്തിലാണ് ഭർത്താവിനെ കൂടുതലായി തെറ്റിദ്ധരിക്കുന്നത്, എന്ത് പ്രശ്നം പറഞ്ഞാണ് ഭാര്യയെ കൂടുതലായി കുറ്റപ്പെടുത്തുന്നത്, ആ നെഗറ്റീവ് ബിഹേവിയർ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെയാണ് ഈ ഒരു പ്രശ്നങ്ങള്, അതായത് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സോൾവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഒരു 4 കാര്യങ്ങളാണ് ബിഹേവിയർ തെറാപ്പിയിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക, അവരെ ഇമോഷൻ കണക്ഷൻ മനസ്സിലാക്കുക, നെഗറ്റീവ് ബിഹേവിയർ തിരിച്ചറിയുക, അതേപോലെ തന്നെ അവരെ ഈ ഒരു പ്രശ്നങ്ങൾ രണ്ടാളെ ഒരുമിച്ചിരുന്നിട്ട് നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത്. പിന്നെ ഇതിന്റെ ഒരു പ്രിൻസിപ്പിൾസ്, അതായത് പ്രധാനമായിട്ട് അവർക്ക് ഇതിലേക്കുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അതായത് പറഞ്ഞതുപോലെ തന്നെയാണ് ബിഹേവിയർ ചേഞ്ചസ് ഉണ്ടാക്കുക, നിലവിലുള്ള അവരുടെ ബിഹേവിയർ സ്വഭാവത്തിലൊക്കെ നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയി കൊടുക്കുക. പിന്നെ പ്രോബ്ലം സോൾവ്, ഏത് രീതിയിലാണ് അവർക്ക് പ്രശ്നങ്ങൾ വരുന്നത്, മ്യൂച്വൽ ആയിട്ട് ആ പ്രശ്നങ്ങൾക്ക് അവരെ എൻകറേജ് ചെയ്ത് കൊടുക്കുക, അതിൽ എന്തൊക്കെയാണ് നമുക്ക് മാറ്റം കൊടുക്കാനുള്ളത് എന്നുള്ളത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പിന്നെന്താണ് അവരെ കമ്മിറ്റ്മെന്റ്, അതായത് ഒരുമിച്ചിരുന്നിട്ട് അവരെ പ്രശ്നങ്ങളും അവരെ സ്ട്രെങ്ത്തും അവരെ ആഗ്രഹങ്ങളും ഒക്കെ ഒരുമിച്ചിരുന്ന് രണ്ടുപേരും ഒരുമിച്ച് ഷെയർ ചെയ്തിട്ട്, ചിലപ്പോ പല ഫാമിലിയിലും ചിലപ്പോ വൈഫിന് ചിലപ്പോ കല്യാണം കഴിഞ്ഞോടെ ഒരുപാട് ജോലിക്കൊക്കെ പോകണമെന്ന് ആഗ്രഹങ്ങളാണ്. പക്ഷെ ഹസ്ബൻഡിന്റെ വീട്ടിലെ ചില വിശ്വാസങ്ങൾ പെൺകുട്ടിക്ക് ജോലിക്ക് പോകാൻ പാടില്ല, അങ്ങനത്തെ പല തെറ്റിദ്ധാരണകൾ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു ഫാമിലി ലൈഫിലാണെങ്കിൽ ആദ്യം പാർട്ട്ണർ, രണ്ടുപേരും വരുന്നത്, എപ്പോഴും പറയുന്നത് രണ്ടുപേരും വരുന്നത് 2 ലൊക്കാലിറ്റി എന്നാണ്. ഒരു 18, 20, 22 വർഷം പാരന്റിന്റെ കൂടെ വരുന്ന ഒരു പെൺകുട്ടി പിറ്റേന്ന് ഭർത്താവിന്റെ വീട്ടിൽ വന്ന് രാവിലെ 5 മണിക്ക് എണീന്നേക്കണം. ചിലപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ ചിലപ്പോൾ എഴുന്നേക്കും. 4-ാം ദിവസം കുട്ടിക്ക് അത് ശീലം ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു കൂടെ നിൽക്കുന്ന ഒരു ഭർത്താവിന്, പാർട്ട്ണർ ആ കുട്ടിയുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ കഴിയണം. കമ്മിറ്റ്മെന്റ് ഷെയർഡ് ഗോൾസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നതാണ്. പല രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇതൊക്കെ നമ്മുടെ ലൈഫിലൊക്കെ നടക്കുന്നതാണ്. പക്ഷെ കൂടുതലായിട്ടും പെൺകുട്ടികൾ ഈ ഒരു കല്യാണ തുടക്ക സമയത്ത് പെൺകുട്ടികൾ അനുഭവിക്കുന്ന പല ഒരു മാനസിക പ്രശ്നങ്ങളും കൂടെയുള്ള പാർട്ട്ണർ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാറാവുന്ന പ്രശ്നങ്ങളെ സാധാരണ ഉണ്ടാവാറുള്ളൂ. അത് സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടാണ് കൂടുതലായിട്ടും ഡൈവോഴ്സ് കേസുകളിലേക്ക് പോകുന്നത്. അപ്പോ ഇതില് നമ്മൾ ചില ടെക്നിക്കുകൾ ഉപയോഗിക്കും. ഈ ഒരു 4 ടെക്നിക്കുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ബിഹേവിയർ കോൺട്രാക്ട്. അതായത് ബിഹേവിയർ കോൺട്രാക്ട് എന്നാൽ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം. അതായത് ഈ ഒരാള് പാർട്ട്ണർ കുട്ടിയായി സംസാരിക്കുന്ന സമയത്ത് കുട്ടിക്ക് ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുന്ന പ്രശ്നങ്ങൾക്കിടയിൽ അവരെ ഫാമിലി ഇൻവോൾവ്ഡ് ആവണോ എന്ന് വളരെ ശ്രദ്ധിക്കേണ്ടത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഭർത്താവിന് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, പക്ഷെ സ്വന്തം അച്ഛനെയും അമ്മയും അവരോടൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് ഭാര്യ ഒന്നും കേൾക്കാതിരിക്കുക, ഭാര്യ പറയുന്നതനുസരിച്ചൊന്നും അവർക്ക് ആവശ്യമൊന്നും ചെയ്തു കൊടുക്കാതിരിക്കുക, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. അന്നപ്പോ ബിഹേവിയർ കോൺട്രാക്ട് വരുന്ന അങ്ങനെ ഇവരുടെ ലൈഫിൽ ഇതുമൂലം, അതായത് മറ്റുള്ള ആളുകൾ എത്രത്തോളം ഇൻവോൾവ്ഡ് ആണെന്ന് വളരെ ശ്രദ്ധിക്കാൻ നമ്മൾ ഇവരെ കൗൺസിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്, അവർക്ക് കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ് കൊടുക്കും. എങ്ങനെ സംസാരിക്കണം, ഒരു ഭാര്യയോട് എങ്ങനെ സംസാരിക്കണം, ഒരു ഭർത്താവിനോട് എങ്ങനെ ഏതൊക്കെ രീതിയിൽ പെരുമാറണം എന്നുള്ളത് നമുക്ക് അവരുടെ ഫ്രീഡം. പക്ഷപ്പോ ഒരു പെൺകുട്ടിക്ക് ആഗ്രഹം വന്ന ഭർത്താവിനെ പേരെടുത്ത് വിളിക്കാനായിരിക്കും ആഗ്രഹം. അതേ സമയത്ത് അത് ഫാമിലി ലൈഫിലേക്ക് വരുമ്പോൾ അവരെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുമ്പോൾ ചിലപ്പോ ഭർത്താവിനെ ഏട്ടാ, ചേട്ടാ, ഇക്കാന്ന് എന്നെ വിളിക്കുന്ന ശീലമായിരിക്കും. പക്ഷെ ഈ പെൺകുട്ടിക്ക് അത് അറിയില്ല. അപ്പോ ചിലപ്പോൾ ആ കുട്ടിക്ക് ആക്സെപ്റ്റ് ഉള്ളതാണ് പുതിയതായിട്ട് ഒരു ലൈഫിലേക്ക് ഇങ്ങനെ വിളിച്ച് ശീലിക്കണം എന്ന് കുട്ടിക്ക് താല്പര്യമുണ്ട്, അങ്ങനെ വിളിക്കാൻ നമ്മൾ പഠിപ്പിക്കുക. അതേ സമയത്ത് കുട്ടിക്ക് അതിനോട് താല്പര്യം, എനിക്ക് അതിനോട് താല്പര്യം, എന്നാൽ ഇത് വിളിച്ചോട്ടെ, ഇതൊന്നും വലിയൊരു പ്രശ്നം. പക്ഷെ മനസ്സിൽ കുട്ടിയോട് പറഞ്ഞു കൊടുക്കേണ്ടത്, നമ്മൾ റെസ്പെക്ട് എവിടെയാണ് നമ്മുടെ ഉള്ളിലാണ്, ഈ ഭാര്യ ആയാലും ഭർത്താവാണ്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ട്രെയിനിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് കുട്ടി പറയാൻ, പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ പറയാൻ ആഗ്രഹിക്കുന്നത്, രണ്ട് ഭാഗം നമ്മൾ കേൾക്കാൻ തയ്യാറാണ്. അതിന് അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. പിന്നെ അതിലുപരി എന്തിനും ഇവര് നമ്മൾ ഈ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത്
നമ്മൾ സൊല്യൂഷൻ അവരിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾ ഏത് രീതിയിലാണ് ജീവിതം മാറാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു രീതിയിൽ പോകുന്നവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോ ആ പ്രശ്നങ്ങൾ എന്താണ് മാറണമെങ്കിൽ നിങ്ങൾ ഏതൊക്കെ രീതി നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് ജീവിക്കണം എന്ന് കൊണ്ടാണല്ലോ നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത്. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഏത് രീതിയിലാണ് ആഗ്രഹിക്കുന്നത്? അതാണ് റീഇൻഫോഴ്സ്മെന്റ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവരിൽ നിന്ന് മനസ്സിലാക്കി അതെന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോ ഒരു പെൺകുട്ടിയാണെങ്കിൽ നേരത്തെ പറഞ്ഞൊരു കേസിൽ ഈ കുട്ടി പറയാണ്, എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും എന്റെ കൂടെ ഇയാൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് എനിക്ക് അത് മതി. ബാക്കി അയാൾ എന്തും അയാളെ ലൈഫ് ജോലിയായിട്ടും കാര്യങ്ങളൊക്കെ പോയിക്കോട്ടെ. അറ്റ്ലീസ്റ്റ് അരമണിക്കൂർ എന്തെങ്കിലും ദിവസം എന്റെ കൂടെയും കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ഇയാൾ തയ്യാറായാൽ മതി. അപ്പൊ ഈ ഒരു സ്പെൻഡ് ചെയ്യാൻ അയാൾ തയ്യാറാണെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ ഓക്കെ. അപ്പൊ ഇതെങ്ങനെയാണെന്നുള്ളത് ഫാമിലിന്റെ ഇമ്പോർട്ടൻസ് നമ്മളെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പാർട്ട്ണറെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാം. പിന്നെ ഈ പ്രോബ്ലം സോൾവിങ് എക്സസൈസ്, അതായത് അവരെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ, അവരെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ എന്താണ് രണ്ടുപേരും ഒരുമിച്ച് എങ്ങനെ പ്രശ്ന പരിഹാരം നടത്താം എന്നുള്ളതിന്റെ ഒരു ടെക്സ്റ്റിംഗ് എക്സസൈസ് പോലെ നമ്മൾ തെറാപ്പി സെഷനിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഇതുവരെയുള്ള ഓക്കെ അല്ലേ? ഞാൻ പെട്ടെന്ന് സ്പീഡ് പറഞ്ഞു പോകുന്ന പ്രശ്നങ്ങൾ എന്തോ ഉണ്ടോ? ഇല്ല സാർ, ഓക്കെ. ബിഹേവിയറൽ കോൺട്രാക്ട്സ് ഒന്നുകൂടെ പറയാം. എങ്ങനെ? ബിഹേവിയറൽ കോൺട്രാക്ട്സ് എന്നാണ്? ബിഹേവിയർ കോൺടാക്റ്റിൽ വരുന്ന സമയത്ത് ഇവരെ പ്രശ്നം നമ്മളടുത്ത് വരുന്ന സമയത്ത് പിന്നെ ഈ ഒരു നമ്മളെ പല ഫാമിലീസും നമ്മളടുത്ത് വരും. അപ്പോ ഭാര്യയും ഭർത്താവും മാത്രമാണ് രണ്ടുപേര്. നമ്മൾ ആദ്യം ഭർത്താവിനെ കേൾക്കും, അല്ല ഭാര്യനെ കേൾക്കും. രണ്ടാളെ കേട്ടതിന് ശേഷം അവരെ രണ്ടാളും പ്രശ്നങ്ങൾ പറയും. പക്ഷെ ഇതിന്റെ ഉള്ളില് ഇവര് രണ്ടുപേരെ കേൾക്കും. ഇവരെ പ്രശ്നങ്ങൾക്ക് പുറമെ വീട്ടുകാർ ചിലപ്പോൾ ആളുകൾ ഉണ്ടാവും. ചിലപ്പോൾ പാരന്റിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലപ്പോ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണം തന്നെ, 5 മണിക്ക് പെൺകുട്ടി എഴുന്നേൽക്കുന്നില്ല, 6 മണിക്ക് ഇതില്ല, അപ്പൊ 8 മണിക്ക് ചോദിച്ചപ്പോ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. അപ്പൊ അവിടുത്തെ വീട്ടിൽ അടുത്ത സ്വന്തം അമ്മക്ക് പരാതി, അവൾ ഇന്നും 9 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. അപ്പോ പിന്നെ അടുത്ത പരാതി ഈ കുട്ടി അടുത്ത അയൽവാസികളോടൊന്നും മിണ്ടുന്നില്ല. ഇതൊക്കെ പ്രശ്നങ്ങൾ എവിടെ നിന്നാ വരുന്നത്? അതായത് ബിഹേവിയറൽ കോൺട്രാക്റ്റിലാണ് വരുന്നത്. അതായത് ചുറ്റുള്ള ആളുകൾ പരമാവധി ഈ പെൺകുട്ടിയെ പ്രൊവോക്കേറ്റ് ചെയ്യുന്ന രീതി. അപ്പൊ ഓട്ടോമാറ്റിക് ദേഷ്യം പെൺകുട്ടിക്ക് വരുന്നത് ഭർത്താവിനോട്. ഈ പ്രശ്നങ്ങളൊക്കെ ബിഹൈൻഡ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ അതാണ് ബിഹേവിയർ. ഇവരെ ചുറ്റുപാടിലല്ലാതെ പുറമെ വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ തിരിച്ചറിയണം. പല കേസുകൾ ചിലപ്പോൾ അതായിരിക്കും വീട്ടുകാരെ പ്രശ്നമായിരിക്കും, ചിലപ്പോൾ അച്ഛന്റെ പ്രശ്നമായിരിക്കും, അമ്മന്റെ പ്രശ്നം. പിന്നെ അതേപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിൽ സ്വന്തം അമ്മ പറയുന്നത് പോലെ കേൾക്കൂ എന്നുള്ള ചില വാശിയുണ്ട്. അത് അവര് ഭർത്താവിന്റെ വീട്ടിൽ പോയി പറയും, എന്റെ അമ്മ ഇങ്ങനെയൊക്കെയാണ് പഠിച്ചത്. എന്നിട്ട് അമ്മ ഇവിടെ നല്ല മോപ്പിച്ചു കൊടുക്കുന്ന രീതി പറയും, നീ അങ്ങനെ ചെയ്താൽ മതി, നീ എന്തിനാ അവരെ പറഞ്ഞു നിൽക്കുന്നത്? നമ്മൾ ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത് നെഗറ്റീവായിട്ട് നമ്മളെ പെൺകുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. പറഞ്ഞു കൊടുക്കരുത്. ഒരു പുതിയതായിട്ട് ഒരു കുടുംബത്തിലേക്ക് പോകുമ്പോൾ അവിടുത്തെ റൂൾസും കാര്യങ്ങളും ഇങ്ങനത്തെ നിയമവും കാര്യങ്ങളും ഒരുപാടുണ്ടാവും. എല്ലാം സഹിക്കണം എന്നല്ല, പക്ഷെ ഒന്ന് മനസ്സിലാക്കി പെരുമാറാൻ നമ്മളെ പെൺകുട്ടികളോട്, അല്ല നമ്മുടെ ആൺകുട്ടികൾ കല്യാണം കഴിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതൊക്കെ ബിഹേവിയർ കോൺടാക്റ്റിലാണ് വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ സർ. ഓക്കെ, താങ്ക് യു. അപ്പൊ അടുത്തത് പിന്നെ ഒരു ഫ്രെയിം വർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് നമ്മൾ ആദ്യത്തെ അസസ്മെന്റ് ഫേസിലേക്ക് നമ്മൾ പോകുന്നത്. നേരത്തെ പറഞ്ഞു, നമ്മൾ ആ രണ്ടുപേരെയും വേർതിരിച്ച് കേൾക്കും. രണ്ടാളെ ഭാഗം ഒരുമിച്ചൊരിക്കലും ഫസ്റ്റ് സെഷനിൽ നമ്മൾ കേൾക്കരുത്. കാരണം രണ്ടാൾ അങ്ങോട്ട് ചിലപ്പോൾ അടിപിടി കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ രണ്ടുപേരെ വേർതിരിച്ച് ആദ്യം പെൺകുട്ടിയെ കേൾക്കുക, അല്ലെ ആരാണ് കൂടെ വന്നിട്ടുള്ളത് അവരുമായിട്ട് സംശയിച്ചപ്പോ ആദ്യം ചില പ്രശ്നങ്ങൾ കൂടി അവിടെ ഉണ്ടാവും. നീ ആദ്യം പോയി പറഞ്ഞു, നിനക്കല്ലേ ഒരുപാട് പ്രശ്നങ്ങളുള്ളത്. അല്ലെങ്കിൽ പെൺകുട്ടി പറയും നിങ്ങൾക്കല്ലേ ഒരുപാട്, എന്നെ കൊണ്ട് ഭയങ്കര ശല്യമുള്ളത്, അപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളി സംസാരം. ആ ഒരു പ്രശ്നം കൂടി അവിടെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യുക, അങ്ങോട്ട് ചോദിക്കരുത് ആരെങ്കിലും നിങ്ങൾ ആരാ സംസാരിക്കണം. അപ്പൊ ഒരാളെ നിങ്ങൾ കൂടെ വരൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുക. അത് അസസ്മെന്റിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ആ അസസ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഈ റിലേഷൻഷിപ്പ് എന്ന് മുതലാണ് പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ളതെന്ന് വളരെ കറക്റ്റായി നോക്കണം. അതായത് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആർക്കും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു കുട്ടിയോ 2 കുട്ടികളൊക്കെ ആയതിനു ശേഷമായിരിക്കും മിക്കവാറും എബോവ് ഏജ് 35, 40 ഒക്കെ വരുന്ന അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ കറക്റ്റ് ആയിട്ട് അസസ്മെന്റ് ഫേസ് എന്ന സെക്ഷനിൽ നമ്മൾ നടക്കുന്നത് ഇവരെ പ്രശ്നങ്ങൾ ഏത് സമയത്താണ്, ഏത് കൊല്ലമാണ് തുടങ്ങിയിട്ടുള്ളത് എന്ന്
കറക്റ്റ് അതിന്റെ ഇന്റൻസിറ്റി, കറക്റ്റ് അതിന്റെ സെവിയർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം. പിന്നെ ഏത് പ്രശ്നമാണ് ഇവരെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഇവരെ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നത്. കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ എന്താണ്, ഏത് പ്രശ്നമാണ് ഇവർ എടുത്തെടുത്ത് എല്ലാ ദിവസവും അപ്പൊ ആ പ്രശ്നം, നിങ്ങൾ അത് പറഞ്ഞില്ലേ, നിങ്ങൾ അന്ന് ഇത് പറഞ്ഞില്ലേ, ഇത് പറഞ്ഞില്ലേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് എന്താണ്, ഒരു പ്രശ്നം അവരെ മുമ്പിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടാവും, ഒരൊറ്റ പ്രശ്നം. അതെന്താണ് നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് അതിനാണ് നമ്മൾ എന്താണ് ആദ്യം ഒരു ട്രീറ്റ്മെന്റ് എന്ന് കൊടുക്കേണ്ടത്. ഇത് അസസ്മെന്റ് ഫേസിൽ നമ്മൾ കൊടുക്കേണ്ടതാണ്. പിന്നെ അതേപോലെ തന്നെയാണ് അസസ്മെന്റിൽ വ്യക്തിപരമായി ഈ രണ്ട് കൂട്ടരുടെയും വ്യക്തിപരമായിട്ട് അവരുടെ ആഗ്രഹങ്ങളും അവരെ ഫിസിക്കലി ആയിട്ടുള്ള കാര്യങ്ങളും അവരെ പിന്നെന്താണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ചോദിക്കാം, അവരെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം, എത്രത്തോളം എന്താണ് എങ്ങനെ മുന്നോട്ട് പോകണം ലൈഫിൽ ആഗ്രഹിക്കണം എന്ന് ചോദിക്കാം. ഇതൊക്കെ അവരോട് നമുക്ക് ചോദിക്കാവുന്ന ഒരു സെഷനാണ് അസസ്മെന്റ് സെഷൻ എന്നുള്ളതില്. പിന്നെ ഇതില് സാധാരണയായിട്ട് നമ്മൾ മറ്റുള്ള കൗൺസിലിംഗിൽ പോലെ ഇത് MSc റിപ്പോർട്ട് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യം, ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി വെക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു ഇന്റർവെൻഷൻ ഫേസിലേക്ക് നമ്മൾ പോകുന്നത് സർ അതിലിപ്പോ ഇവര് അസസ്മെന്റ് ആ ഫേസിൽ ആ നമ്മളിപ്പോ രണ്ട് പേരൊക്കെ ചിലപ്പോൾ മറ്റു ജില്ലകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റു സ്ഥലത്തൊക്കെ രണ്ട് കൾച്ചർ എന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അസസ്മെന്റ് ഫേസിൽ അറിയണ്ടേ അങ്ങനത്തെ? അതൊക്കെ അറിയണം നമ്മൾ. അതാ ഞാൻ പറഞ്ഞ അവരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മൊത്തം നമ്മൾ അറിയണം. ചിലപ്പോ ഇപ്പോ ഈ പറഞ്ഞ രണ്ട് മതത്തിൽ നിന്ന് കല്യാണം കഴിച്ചവരായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ജില്ലയിൽ നിന്നും ദൂരെ നിന്ന് വന്നവരായിരിക്കും. പക്ഷെ അതാ ഞാൻ പറഞ്ഞ രണ്ട് ലൊക്കാലിറ്റിയിൽ ഏത് ലൊക്കാലിറ്റിയിൽ വന്നിട്ടുള്ള അയാളെ ബിലീഫ് സിസ്റ്റങ്ങൾ നമ്മൾ നോക്കണം, മതപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. പിന്നെ ചിലപ്പോ ചിലപ്പോ അടുത്ത കാലത്ത് ഒരു മുസ്ലിംസിന്റെ ഒരു ഇത് ഞാൻ പറയാം, ഒരു ഫാമിലിയിൽ നിന്ന് പെൺകുട്ടി മതപരമായിട്ട് കൂടുതലായിട്ട് എന്താണ് ബിലീഫ് സിസ്റ്റം ഉള്ള എല്ലാ വക്തും കാര്യങ്ങൾ നിസ്കരിക്കുക, പിന്നെ പ്രാർത്ഥനകളാൽ കൂടുതലായിരിക്കാം. പക്ഷെ ഇത് ഓപ്പോസിറ്റ് ആയി ഭർത്താവിന് എന്താണ് പാടുന്നത്, അയാൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ചെയ്യും, അയാൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല ആ രീതിയിൽ. അപ്പോ ഈ ഒരു കാരണം പെൺകുട്ടി പറയണത് ഇയാൾ കറക്റ്റ് നിസ്കരിക്കുന്നില്ല, കറക്റ്റ് ആയിട്ട് പിന്നെന്താ പള്ളിയിൽ പോകുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു വിഷയമായിട്ട് എന്താണ് ഫാമിലി ലൈഫിൽ വരും. പക്ഷെ ഇതെന്താണ് വിഷയങ്ങൾക്ക് മുമ്പ് എന്താണ് ഉള്ളിൽ എന്തെങ്കിലും ഇന്നറായിട്ട് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇവര് പ്രോബ്ലം പറയുന്ന സമയത്ത് ഇതൊക്കെ ഇവർ എടുത്തു പറയും. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ അസസ്മെന്റ് ഫേസിൽ. കാരണം പരമാവധി എന്താണ് നമുക്ക് എന്തൊക്കെ ചോദിക്കാം, ഒരു വ്യക്തിപരമായിട്ട് ഒരു കൗൺസിലിംഗിൽ എന്തൊക്കെ വരെ ഫാമിലി ലൈഫിൽ ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിക്കാം. അതിനുശേഷം മാത്രമാണ് സെക്കൻഡ് പാർട്ടായ ഇന്റർവെൻഷനിലേക്ക് പോകാൻ പറ്റും. അപ്പോ ഇന്റർവെൻഷനിൽ ഫേസിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഇവർക്കൊരു സംഘർഷം, അതായത് പ്രശ്നങ്ങൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന ഒരു ഏരിയ, പിന്നെ ആ ഏരിയ നമ്മൾ മനസ്സിലാക്കുകയും അതിന് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പിന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ഇന്റർവെൻഷൻ ഫേസിൽ നമ്മൾ കാര്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രധാനമായിട്ട് ഫസ്റ്റ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് ഫാമിലി ഒരു കപ്പിൾ കൗൺസിൽ നമ്മൾ ചെയ്തു കൊടുക്കണമെന്നാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ലൈഫിൽ ഇന്ന് വരെ നിങ്ങൾ രണ്ടുപേരും പ്രശ്നക്കാരായിരിക്കും, നിങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളതാണല്ലോ ഈ ഒരു കൗൺസിലിംഗ് വന്നത്. ഇനി മുതൽ നിങ്ങൾ എന്താണ് രണ്ടുപേരും ചെയ്യേണ്ടത്, നാളെ മുതൽ അതായത് അല്ലെങ്കിൽ ഈ ഒരു നിമിഷം മുതൽ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ പറയാൻ പാടില്ല. അതായത് ഒരു പ്രശ്നബാധിതമായിട്ടുള്ള കാര്യം ചിലപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെന്ന് ഒരാഗ്രഹം, ആ സമയത്ത് നിങ്ങൾ എന്താണ് രണ്ട് കൂട്ടരും സൈലന്റ് ആകുക. ചിലപ്പോ അയാൾ എന്തെങ്കിലും പ്രൊവോക്കേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആ സമയത്ത് നിങ്ങൾ പറയാണ്. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ടും, അതായത് ഒരു കാര്യം നിങ്ങൾ എന്താണ് ഈ ഒരു നിമിഷം മുതൽ മുന്നോട്ട് പോകാൻ പാടില്ല. അതെന്താണ് നിർബന്ധമായിട്ട് അവർ പറഞ്ഞ് മനസ്സിലാക്കും. കാരണം എന്താണ് ഇവരെന്താണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഫാമിലി ലൈഫ് വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ എന്താണ് അവർ പൂർണ്ണമായി തയ്യാറായിരിക്കും. അതർവൈസ് തയ്യാറല്ലെങ്കിൽ എന്താണ് നമുക്ക് ആ കേസ് അതോടെ തന്നെ വിടാം, നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപോലെ ജീവിച്ചോളൂ എന്ന്. പക്ഷെ ഈ ഒരു തെറാപ്പി സെഷൻ ഞങ്ങൾ ഉപയോഗിക്കുന്ന തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും നമ്മൾ തെറാപ്പി പഠിക്കുക, തെറാപ്പിയെ കുറിച്ച് എന്താണ് അവയർനെസ് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ക്ലയന്റിന് പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് ഈ ഒരു തെറാപ്പിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഫോളോവേഴ്സ് ചെയ്യേണ്ട കാര്യം റൂൾസ് ഒക്കെ ഉണ്ട്, അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ നിർബന്ധമായി പാലിച്ചിരിക്കണം. അതിന്റെ ആദ്യത്തെ ഒരു സെഷനാണ് ഇന്റർവെൻഷൻ കൊടുക്കുന്നത്. ഇന്ന് വരെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് തെറ്റും ഭർത്താവിന്റെ കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇനി മുതൽ നാളെ മുതൽ നിങ്ങൾ അത് പറയാൻ പാടില്ല, നല്ലത് മാത്രം പറയുക. ഇനിയിപ്പോ നല്ലതില്ലെങ്കിൽ തൽക്കാലം എന്താണ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പുഞ്ചിരിക്കാനെങ്കിൽ ശ്രമിക്കുക എന്നുള്ളത് സ്റ്റാർട്ടിങ് ഇതാണ് ഇന്റർവെൻഷൻ നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഇതില് ഇന്റർവെൻഷൻ സമയത്ത് ഈ ഒരു വിശ്വാസലംഘനം എന്ന് പറഞ്ഞാല് മറ്റുള്ള ഏതെങ്കിലും വിശ്വാസപരമായിട്ടുള്ള അതെങ്കിലും ചിലപ്പോ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഫാമിലി കേസ് ആണെങ്കിൽ
അവരോട് ഈ ഒരു ഏത് കാര്യത്തിലാണ് ഡൗട്ട് ഉള്ളത്, ആ ഡൗട്ട് എന്താണ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്താണ് തെളിയിക്കാൻ ശ്രമിക്കണം. ഭർത്താവിന്റെ പേരിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ ഭർത്താവിന് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അയാൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്, നിങ്ങൾ ആരോ പറഞ്ഞതായിട്ട് കേട്ടറിവല്ലാതെ നിങ്ങൾ നേരിട്ട് കണ്ടതായി. അതേസമയത്ത് ഓപ്പോസിറ്റ് അയാളോട് ചോദിക്കണം, നിങ്ങളെ വൈഫിന് നിങ്ങൾക്ക് സംശയമുണ്ട്, അങ്ങനത്തെ ഏതെങ്കിലും റിലേഷൻഷിപ്പിന് നിങ്ങൾക്ക് ഉണ്ടോ? അയാൾ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്താണ് ഈ ഒരു ഫേസിൽ നമുക്ക് അവിടെ ഈ ഒരു സെക്ഷൻ നടക്കും. അതേസമയത്ത് അയാൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ എന്താണ് ആ ഭാര്യനോട് പറഞ്ഞ് മനസ്സിലാക്കണം. ഡൗട്ട് മാത്രമല്ല, നിങ്ങളുടെ സംശയം മാത്രമല്ല, അയാൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ അയാൾക്ക് അത് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. അതും പറഞ്ഞ് മനസ്സിലാക്കണം. അതർവൈസ് ഈ പെൺകുട്ടിക്ക് എന്താണ് സംശയം മാത്രമാണ്, അയാൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ അന്വേഷിച്ചിടത്തോളം അയാൾ ഡീസന്റ് ആണ്, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ അയാളെ ഇനിയിപ്പോ ഈ ഒരു രണ്ടുപേരെയും മാത്രമല്ലല്ലോ കേൾക്കുന്നത്, നമ്മള് ഫാമിലി ചുറ്റുപാടുള്ള ആളുകളൊക്കെ കേൾക്കും. ഇവരെ പ്രശ്നങ്ങളാകുമ്പോൾ എന്തായാലും ഫാമിലി കൂടെ വരും എന്തായാലും. അപ്പൊ ആ സാഹചര്യത്തിൽ ഈ ഒരു എന്താണ് അവര് ഇയാൾക്ക് ആരോപിച്ച പ്രശ്നങ്ങൾ എന്നറിയാൻ നമ്മൾ കറക്റ്റ് ആയിട്ട് സത്യമാണെന്ന് അന്വേഷിച്ച് അതിനുശേഷം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു മെയിന്റനൻസ് ഫേസിലേക്ക് വരുന്നത് കാലക്രമേണ, അത് കാലക്രമേണ എന്ന് പറഞ്ഞാൽ ഇവരെ പ്രശ്നങ്ങൾ എന്താണ് ചെറിയ രീതിയിൽ എന്താണ് മെച്ചപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ അവരെ മാറ്റുക എന്നുള്ളത്. പെട്ടെന്ന് ഇന്ന് ഒരു കൗൺസിലിങ്ങിന് വന്ന് നാളെ തന്നെ എന്താണ് അവരെ നല്ല അടിപൊളി ലൈഫാക്കി, അത് നടക്കില്ല, അത് നടക്കൂല ഒരിക്കലും. നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്നതല്ലേ. അപ്പോ എന്താണ് ക്രമേണ എന്താണ് കാലക്രമേണ ചെറിയ രീതിയിൽ ഓരോ ടാസ്കുകൾ കൊടുത്തിട്ട് അവർക്ക് എന്താണ് ഒരു പുതിയൊരു ലൈഫിലേക്ക് അവരെ കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഫ്രെയിം വർക്കിലൂടെയാണ് നമ്മളൊരു കൗൺസിലിംഗ് സെഷൻ പോകുന്നത്, അസസ്മെന്റ്, ഇന്റർവെൻഷൻ, മെയിന്റനൻസ് എന്ന് പറയുന്നത്. അപ്പോ ഇതില് പ്രധാനമായിട്ടും പിന്നെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സാർ നേരത്തെ പറഞ്ഞതുപോലെ ഇംപ്രൂവ് ആയിട്ടുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായി കൊടുക്കുക. അപ്പൊ അവരെ രണ്ടാളുടെയും റിലേഷൻഷിപ്പ് ഒരു സാറ്റിസ്ഫാക്ഷൻ നിർബന്ധമാണ്. എന്താണ് വേണ്ടത് രണ്ടുപേർ തിരിച്ചറിയുക എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും നല്ലത് പിന്നെ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഇവർ തമ്മിൽ എപ്പോഴും സംസാരിക്കാനുള്ള ഒരു ടൈം നമുക്ക് അവർക്ക് കൊടുക്കുക. നമ്മൾ ടൈം കിട്ടാത്ത ഒരാളാണെങ്കിൽ അതിനുവേണ്ടി കുറഞ്ഞൊരു നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ ദിവസവും 3 മണി അല്ലെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് അരമണിക്കൂർ ഭാര്യയുടെ കൂടെ ഇരിക്കണം, അല്ലെങ്കിൽ ഭർത്താവിന്റെ കൂടെ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെലവഴിക്കണം എന്ന് നമ്മൾ പറയാം. പിന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പെട്ടെന്ന് ചിലപ്പോൾ അവരെ ലൈഫിൽ ഒന്നും കുറഞ്ഞൊന്നും വരില്ല. അപ്പൊ അത് കോൺഫ്ലിക്റ്റ് കുറയാനുള്ള ആ സാഹചര്യത്തിൽ എപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ആ സാഹചര്യം തൽക്കാലം എന്താണ് ഇവരെ ഒന്ന് മനസ്സിലാക്കി ആ സാഹചര്യങ്ങൾ ഒരാള് ഒന്നുകിൽ രണ്ടുപേരും കൂടെ രണ്ട് കൈ അടിക്കുമ്പോൾ അയാളുടെ ശബ്ദം ഉണ്ടാകുന്നത്, അപ്പൊ ഒരു കൈ എന്താണ് അടിക്കാതിരിക്കുക. അപ്പൊ ഒരാൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ തൽക്കാലം ജസ്റ്റ് ഒന്ന് ആ സിറ്റുവേഷൻ മാറി നിൽക്കുന്ന രീതിയിൽ അവർക്ക് പറയും. ഏതൊരു കേസും ചിലപ്പോ ഈ ഒരു തെറാപ്പി മൂലം എന്താണ് നമുക്ക് പോയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് എന്താണ് എക്ലറ്റിക് അപ്രോച്ച് പ്രകാരം എന്താണ് നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ തോന്നുന്നത് അവിടെ അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ രണ്ട് കൂട്ടരുടെയും ഇമോഷൻ കണക്ഷൻ എന്താണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഇമോഷൻ കണക്ഷൻ വന്ന സമയത്ത് ഞാൻ പറയാം, ഒരു കേസിൽ ഒരാള് 7, 8, 9 ലൈഫിൽ ഒരുപാട് കാലം കൂടെ നിന്നിട്ട് എന്താണ് പുള്ളിക്കാരൻ പറയുന്നത് എന്താണ്, എന്റെ ഇമോഷൻ അവരോട് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. പൊതുവെ ആണുങ്ങൾ എന്താണ് സ്നേഹം അങ്ങനെ പ്രകടിപ്പിക്കില്ല, ഉള്ളിൽ കൊണ്ടെടുക്കാന്ന്. നമ്മൾ എന്താണ് അങ്ങനെയൊക്കെ ഉണ്ട്, ഏകദേശം 75% അങ്ങനെയൊക്കെയാണ്. എങ്കിൽ പോലും എന്താണ് നമ്മുടെ ഇമോഷൻസ്, അതായത് ഈ പെൺകുട്ടികളുടെ ഭാഗം നോക്കുകയാണെങ്കിൽ, ലേഡീസിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ അവർക്ക് എന്താണ് ഇമോഷണൽ കൂടുതൽ പ്രകടിപ്പിച്ച് കാണും, അങ്ങനെയാണ് കൂടുതൽ ഇഷ്ടം. അതേ സമയത്ത് ആണുങ്ങൾക്ക് എന്താണ് കുറച്ച് ഇമോഷൻ അങ്ങനെ കൂടുതലായി കാണിച്ചാൽ അതിപ്പോ എന്തെങ്കിലും എന്താണ് ഒരു ഈഗോ അവിടെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് പരമാവധി അവരെ സങ്കടങ്ങളും ഹാപ്പിനെസ്സും ഒക്കെ എന്താണ് കുറെയൊക്കെ എന്താണ് പാർട്ട്ണറോട് ഷെയർ ചെയ്യുക. ഇത് ജെൻസിന് പാലിക്കേണ്ട കടമയാണ്. ലേഡീസിന്റെ ഭാഗം എന്താണ് അവർ കൂടെ സങ്കടമാണെങ്കിൽ ചിലപ്പോൾ നമ്മളോട് പറഞ്ഞു, എനിക്ക് ആ സമയത്ത് സങ്കടമായി, അയാളെ പറഞ്ഞു എന്നോട് അത് പറയാൻ പാടില്ല, എന്റെ ഫാമിലി ലൈഫിൽ എന്താ നമ്മുടെ സ്വന്തം ഭർത്താവിനോട് അവർ പറയും. അതേ സമയത്ത് നമ്മുടെ ഫാമിലി, അതായത് നമ്മൾക്ക് ബാധിക്കുന്ന ആണുങ്ങൾക്ക് ബാധിക്കുന്നത് എന്തുണ്ടും ഇനിയിപ്പോ സാമ്പത്തികമായി ജോലിയിലോ ചിലപ്പോ സ്വന്തം ഭാര്യനോട് പറഞ്ഞോളണമെന്നില്ല. എന്തുകൊണ്ട് ചിലപ്പോ അവരറിഞ്ഞാൽ കൂടുതൽ സങ്കടപ്പെടും, അല്ലെങ്കിൽ എന്റെ ബുദ്ധിമുട്ട് അവരറിയണ്ട എന്ന ഈ പ്രവാസികൾക്കൊക്കെ ഇടയിൽ ഉണ്ടാകുന്ന ജോലി സമയത്തുള്ള പല പ്രശ്നങ്ങളും എന്താണ് പൊതുവെ ആരും പറയാറില്ല. പറഞ്ഞാൽ തന്നെ എന്താണ് ചില ഭാര്യമാർ മനസ്സിലാക്കണമെന്നുള്ള അതുണ്ട്, നെഗറ്റീവായിട്ട് രണ്ട് വശങ്ങളുണ്ട്. അപ്പൊ പരമാവധി എന്താണ് ഇങ്ങനത്തെ ഒരു കേസുകൾ വരുന്ന സമയത്ത് രണ്ടാളുടെ ഇമോഷൻസ് നമ്മൾ മനസ്സിലാക്കുക. എന്താണ് ഇവരെ ഇമോഷൻസ്, ഇയാൾക്ക് എന്താണ് ഉള്ളിലുള്ളത്, സങ്കടമാണോ സന്തോഷമാണോ ഉള്ളത്, നമ്മൾ അതിനൊരു അസസ്മെന്റ് നടത്തേണ്ടി വരും.
ഒരു അസസ്മെന്റ് ഷീറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് എന്താണ് ഇയാൾക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്ന ഏത് ഇമോഷൻസ് ആണ്. ചിലപ്പോ ഭാര്യനോട് ഒരുപാട് കാര്യങ്ങൾ അയാൾക്ക് പറയാനുണ്ടാവും. അത് പറയാൻ ചിലപ്പോ അത് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും, ഇല്ലാതിരിക്കാം. ഇത് രണ്ടും കാണാറുണ്ട്. അപ്പൊ എന്താണ് ഈ രണ്ട് കൂട്ടർ ചിലപ്പോ പെൺകുട്ടികളെ കേസിലൊക്കെ വരുന്ന സമയത്ത് ഈ എമോഷന്റെ കാര്യം വരുമ്പോ എന്ത് വേണ്ടൊക്കെ വെച്ചപ്പോ അവര് ഭർത്താവിനോട് പറയാൻ പറ്റാതെ കൊണ്ട് ചിലപ്പോ പല ഫ്രണ്ട്സിലേക്കും മറ്റൊരു കണക്ഷനിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതൽ. സ്വന്തം ഭർത്താവിനോട് പറയേണ്ട കാര്യങ്ങൾ എന്താണ് കൂടെ പഠിച്ച ആളുകളോ കൊളീഗ്സിനോടോ അങ്ങനെ പലതരത്തിലും പറഞ്ഞ ശേഷമായിരിക്കും ഇതൊക്കെ നിന്റെ ഭാര്യ എന്നോട് പറഞ്ഞതാന്ന് പറഞ്ഞിട്ട് പിന്നീട് ഈ ഭർത്താവ് പറയുമ്പോ അയാൾക്ക് എന്താണ് ഒരു സംശയാസ്പദമായിട്ടുള്ള ഈ ഒരു ഭാര്യന്റെ പേരിൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അന്നപ്പോ ഈ ഒരു ഇമോഷൻ കണക്ഷൻ നോക്കുന്ന സമയത്ത് അതും കൂടി ശ്രദ്ധിക്കണം. ഇതൊക്കെ ഭാഗത്തു കൂടെ ഈ ഇമോഷൻ പോയിട്ടുണ്ട് എന്നുള്ളത് അതും നോക്കുക. കാരണം രണ്ടാളെയും ഫ്രണ്ട് സർക്കിൾ എന്താണ് ഒന്ന് ഈ ഒരു കേസ് നോക്കുന്ന സമയത്ത് നമ്മൾ വളരെ പിന്നെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതാണ്. പിന്നെന്താണ് ഇവരുടെ പ്രശ്നങ്ങള് ഇവരെ രണ്ടുപേരുടെ ലൈഫിലും എന്തെങ്കിലും മെന്റൽ ഹെൽത്ത് ഡിസോർഡർ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതായത് ഭർത്താവിന് എന്തെങ്കിലും അഡിക്ഷൻ പ്രകാരം ഡ്രഗ്സോ അതെങ്കിലും പുകവലിയോ അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ പോലത്തെ മറ്റ് ഈ മയക്കുമരുന്ന് അല്ല കള്ളുകൂടി അങ്ങനത്തെ പല പ്രശ്നങ്ങൾ ചിലപ്പോൾ അഡിക്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഭാര്യയ്ക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തുടക്കത്തിലൊക്കെ ആൾ ഓക്കെ ആയിരിക്കും. പിന്നെ തുടക്കം കഴിഞ്ഞ് സഹിക്കാൻ പറ്റുമ്പോൾ ആൾ ഡിപ്രസീവായി. പിന്നെ അതേപോലെ തന്നെ ആങ്സൈറ്റി ലെവൽ കൂടി. പിന്നെ അതേപോലെ തന്നെ എന്താണ് മറ്റുള്ള പ്രശ്നങ്ങൾക്ക് ബൈപ്പോളർ ഡിസോർഡർ അതുപോലെ തന്നെ പലതരത്തിലെ ഡിസോർഡർ. ഇപ്പൊ അടുത്ത കാലത്ത് ഒരു ഷിസോഫ്രീനിയ വരെ എത്തിയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. കാരണം ഭർത്താവിന്റെ അത്രയ്ക്കും മോശമായിട്ടുള്ള മറ്റു തരത്തിലുള്ള അഡിക്ഷൻ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് അഡ്രസ് ചെയ്യണം. ഏതെങ്കിലും രീതിയിൽ ഇവർക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതിനും കൂടി നമ്മൾ എന്താണ് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട രീതി ആയിരിക്കണം. ഇതാണ് ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു കാരണത്തിൽ അതായത് ഈ ഒരു ബെനിഫിറ്റ് ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കപ്പിൾസിന് തന്നെയാണ്. ക്രോണിക് ആയിട്ടുള്ള ചില പ്രയാസങ്ങൾ പലതരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും. ചില ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ കാരണം ഫാമിലി ലൈഫിനെ ബാധിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഒരൊറ്റ ട്രാൻസ്ഫർ കാരണമാണ് അവരുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മുമ്പ് അവർ നല്ലോണം ജീവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ശേഷം എന്താണ് എവിടെയാണ് അവർക്കിടെ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തി അതിൽ നിന്ന് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ എന്താണ് ഈ ഒരു ഇമോഷൻ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും. പിന്നെ ഇവരെ ട്രസ്റ്റ് ഇഷ്യൂസ് എന്ന് പറയുന്നത് എന്താണ് നല്ല ട്രസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക. എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താണ് ഏത് മേഖലയിൽ പോയാൽ നിന്റെ ഓർമ്മകൾ മാത്രമേ എന്റെ കൂടെ ഉള്ളൂ എന്നുള്ള രീതിയിൽ അവർക്ക് ഇപ്പൊ രണ്ടുപേർക്കും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് 1, 2, 3 സെഷൻ രണ്ടുപേർക്ക് വേറെ വേറെ തന്നെ കൊടുക്കേണ്ടി വരും. കാരണം അവർ അത്രയും കോപ്പറേറ്റീവ് ആണെങ്കിൽ മാത്രം. അതേ സമയത്ത് 4 സെഷനും 5 സെഷനും അവർ കുറ്റം തന്നെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോ അത് മറ്റൊരു വേറെ ആൾക്കെങ്കിലും റെഫർ ചെയ്യേണ്ടി വരും. പക്ഷെ നല്ല കോപ്പറേറ്റീവ് ആയി ടീം ആണെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് അവർക്ക് ചെയ്യേണ്ടതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. പിന്നെ ഈ ഒരു ചലഞ്ചസ് എന്ന് പറയുന്നത് വെല്ലുവിളികൾ ഇതിൽ ഒരുപാട് വെല്ലുവിളി. ഇപ്പൊ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നല്ലോണം ജീവിക്കണം എന്ന് ചോദിച്ചാലും ഭാര്യന്റെ വീട്ടുകാര് അല്ല ഭർത്താവിന്റെ വീട്ടുകാർ നിങ്ങളെ തമ്മിൽ ഒരിക്കലും ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നിലുണ്ടാവും. പെൺകുട്ടിയുടെ ഭാഗത്തുണ്ടാവും കുറെ പുഷ് കൊടുക്കും. അതേസമയം ആൺകുട്ടി അവളെ നിനക്ക് വേണ്ട, അവള് മോശക്കാരിയാണ്, അവരെ ഫാമിലി മോശക്കാരിയാണ്, തിരിച്ച് രണ്ട് ഭാഗത്തും ഉണ്ടാവും. അപ്പൊ ഇതിൽ രണ്ടുപേരും നമുക്ക് ആദ്യം ഫാമിലിനെ അവരെ കൂടെ ഉള്ള ഫാമിലീസിനെ നമ്മൾ പറഞ്ഞ് അവരെ ലൈഫിലേക്ക് അവര് ജീവിച്ചോട്ടെ, അവരെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവര് വിട്ടോട്ടെ എന്നുള്ള രീതിയിൽ നല്ലൊരു സൈക്കോ എഡ്യൂക്കേഷൻ ഫാമിലീസിന് കൊടുക്കണം. അതിനുശേഷമായിരിക്കണം ഇവരുടെ അടുത്തേക്ക് നമ്മൾ ശരിക്കും ഒരു കൗൺസിലിംഗ് ലെവലിലേക്ക് വേണ്ടത്. പല പ്രശ്നങ്ങളും നമുക്കറിയാം ഫാമിലീസ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഇമോഷണൽ അവോയ്ഡൻസ്, വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ നേരത്തെ പറഞ്ഞ കേസിലൊക്കെ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും എങ്ങനെയാണ് അവർക്ക് ലൈഫിൽ എന്തുകൊണ്ടാണ് ആ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത്. അതായത് എനിക്കിപ്പോ ചിരിക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ ഒരു ഭാര്യ എന്തോ കാര്യം പറഞ്ഞപ്പോൾ സന്തോഷിക്കാൻ തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് അയാൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നത്? അയാൾ ഇന്നർ ആയിട്ടുള്ള ചിലപ്പോൾ അയാൾ ചൈൽഡ്ഹുഡിലെ പ്രശ്നങ്ങളൊക്കെ ആയി വളർന്നു വന്ന ശീലങ്ങളായിരിക്കും, അല്ലെങ്കിൽ പാരന്റ് ഡിപ്പെൻഡന്റ് ആയിട്ട് വളർത്തിയ ഒരാളായിരിക്കും, അല്ലെങ്കിൽ പെൺകുട്ടിനെ അത്രയ്ക്കും എവിടേക്കും പുറത്തൊന്നും വിടാതെ കല്യാണം കഴിക്കുന്ന സമയത്തായിരിക്കും ആദ്യമായിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോണേ. അങ്ങനത്തെ സ്ട്രിക്റ്റ് ആയിട്ട് വളർന്ന പാരന്റിന്റെ ഒക്കെ ഉള്ള കുട്ടികളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഇവർക്ക് പല പ്രശ്നങ്ങളും പെട്ടെന്ന് ഒരു ഫാമിലി ലൈഫിൽ പറഞ്ഞ കുറെ കാര്യങ്ങളൊന്നും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം
അവര് ഇതിന്റെ ഒരു ചലഞ്ചസ് ആണ്. അത് പല പ്രശ്നങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. ഇതൊക്കെ സാധാരണ അല്ല, എല്ലാവരുടെ ഫാമിലി ലൈഫിൽ തുടക്ക സമയത്ത് ഉണ്ടാകും. അത് പക്ഷെ അത് അഡ്ജസ്റ്റബിൾ ആണ്, അണ്ടർസ്റ്റാൻഡബിൾ ആണ് എന്നുള്ള രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഭർത്താവിന്റെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് പോവുക നല്ലതല്ല. അതേസമയത്ത് ഭാര്യ പറയുന്നതോ താളത്തിനനുസരിച്ച് തുള്ളുക എന്നുള്ളതുമല്ല. അവരെ ലൈഫിൽ ആപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം, മനസ്സിലാക്കാൻ പഠിക്കണം എന്നുള്ളത് അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ബിഹേവിയർ കോണ്ടാക്ട് ഇതൊക്കെ പറയുന്നത്. അപ്പോ ഇതിൽ നമുക്ക് ഓരോന്നായിട്ട് പറയാം. ബിഹേവിയർ കോണ്ടാക്റ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് ആളുകൾ, ചുറ്റുപാടുള്ള ആളുകളൊക്കെ ഉണ്ടാവും, പ്രശ്നക്കാരായ ആളുകൾ ഉണ്ടാവും. അപ്പോ ഈ ഒരു ബിഹേവിയർ കോണ്ടാക്ട് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ അവർക്ക് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ് എങ്കിലും ഒരു പാർട്ട്ണർ, അതായത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ദിവസം ഒരു 30 മിനിറ്റ് എങ്കിലും കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സമയം അവിടെ കണ്ടെത്തുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഇതിൽ പറയുന്നത്. അപ്പോ അവര് ചിലപ്പോ സമയത്തിന്റെ പ്രശ്നമാണ്, എന്നെ ശ്രദ്ധിക്കുന്നില്ല, എന്റെ കാര്യത്തിൽ നോക്കുന്നില്ല എന്ന പരാതിയായിട്ടുള്ള ഒരു ഭാര്യയാണെങ്കിൽ ഭർത്താവിനോട് നമ്മൾ പറഞ്ഞു, നിങ്ങൾ ഇന്ന ദിവസം മതി, നിങ്ങളെ ജോലി കഴിഞ്ഞ് 5 മണിക്ക് ജോലി കഴിഞ്ഞ് വരുന്നു, അതിനുശേഷം എന്താണ് നിങ്ങൾ ഒരു അരമണിക്കൂർ നിങ്ങളെ ഭാര്യയുടെ കൂടെ നിൽക്കുക എന്നുള്ളത്. അപ്പോ ഇതില് ആ സമയത്ത് ചിലപ്പോ തുടക്കത്തിലൊക്കെ ചിലപ്പോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല, സൈലന്റ് ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ തെറാപ്പി സെഷനിൽ കൊടുത്തതുമാണല്ലോ. അപ്പോ ഒരു സംസാരത്തിന്റെ കമ്മ്യൂണിക്കേഷന്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ ആ സമയത്ത് അവരോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് ഭാര്യയോട് ചിലപ്പോ ഒരു ചായ ചോദിക്കുക. ആ ചായ, സാധാരണ ചായ കൊടുക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അന്നൊരു ചായ ചോദിക്കുക. ആ ചായ കുടിച്ചതിന് ശേഷം നിന്റെ ചായ പതിവിലേറെ എന്താണ്, ഇത് രണ്ടുപേരും ഒരുമിച്ചല്ല നമ്മൾ പറഞ്ഞു കൊടുക്കുക തെറാപ്പി സെഷന്. രണ്ടാളെയും വേറെ വേറെ എത്തിയിട്ട് ആദ്യം കാര്യങ്ങളൊക്കെ ഈ തെറാപ്പിന്റെ ഓരോ ടൂൾസും നമ്മൾ പറഞ്ഞു സെപ്പറേറ്റ് മനസ്സിലാക്കി കൊടുക്കും. പിന്നെ ഒരുമിച്ച് ഇരുന്നിട്ട് എന്താണ് രണ്ടാൾക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം. അപ്പൊ ഇങ്ങനത്തെ ഈ ബിഹേവിയർ കോണ്ടാക്റ്റിൽ എന്താണ്, ഭാര്യക്കുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് അയാളെ കൂടെ അരമണിക്കൂർ ഇരിക്കുക. അപ്പൊ ഒരു ചായ ചോദിക്കുക, ചായ വളരെ നന്നായിരുന്നു, അല്ലെങ്കിൽ എന്താണ് കുക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് അയാളെന്താണ് കിച്ചണിലേക്ക് പോവുക, ജസ്റ്റ് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് വേറെ എന്തെങ്കിലും വിഷയങ്ങൾ ചോദിച്ച് അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. പിന്നെ എന്താണ്, കൂടുതലായിട്ടും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു കോംപ്ലിമെന്റ്, എക്സ്പ്രഷൻ, അപ്രിസിയേഷൻ എന്നൊക്കെ പറയുന്നത് ചില നല്ല കാര്യങ്ങളൊക്കെ അവരോട് പറയുക. എന്തെങ്കിലും ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നത്തെ വീട്ടില് നീയല്ല ഇവിടുത്തെ കുട്ടികളെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അപ്പൊ നീ ആയതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, വേറെ ആരെയാണെങ്കിലും ഇപ്പൊ എന്നെ വിട്ടൊന്ന് ഒഴിവായി പോയേനെ എന്നുള്ള ഒരു കോംപ്ലിമെന്റ് അവർ. കാരണം അവരെന്നെയാണ് രാവിലെ മുതൽ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, പിന്നെ കുട്ടികളെ കാര്യം നോക്കുന്നത്, പിന്നെ ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അവരായിരിക്കും. പക്ഷെ ഈ ഒരു വൈകുന്നേരം നമ്മൾ കൊടുക്കുന്ന ഒരു അപ്രിസിയേഷൻ, അത് അവരെ ലൈഫിനെ ചിലപ്പോ അത് മതിയാവും പല ഫാമിലി. ഭർത്താവ് എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നെ നോക്കുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്ന, നീ ഇത്രയൊക്കെ വൈകുന്നേരം കഷ്ടപ്പെട്ട് ഒരു 5 മിനിറ്റ് ഇവിടെ ഇരുന്നോ എന്ന് നമ്മൾ വൈകുന്നേരം അവരോട് പറയും. ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാം, അല്ല ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ എഫക്റ്റീവ് ആണ്. ആ രീതിയിൽ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ. കാരണം എന്താണ്, ഇതൊക്കെ എന്താണ് നമ്മൾ നോർമലായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊരു തെറാപ്പി സെഷൻ എങ്ങനെ കൊടുക്കുക, ഇതിപ്പോ സാധാരണ നിങ്ങളിപ്പോ ചിന്തിക്കുക, അല്ലെ ഞാൻ ചിന്തിക്കാം, ഇതൊക്കെ എല്ലാവരുടെ ഫാമിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ പോവുക. പക്ഷെ ആപ്ലിക്കേഷൻ ലെവലിൽ ഇതൊന്നും നടക്കാത്ത പല ഫാമിലീസും ഉണ്ട്. ഇവർക്ക് എന്താണ് ഇതുപോലും അറ്റ്ലീസ്റ്റ് ഇതൊന്നും ചോദിക്കാൻ പറയാൻ പറ്റാത്ത ആളുകൾ നമ്മൾക്കിടയിലുണ്ട്. അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ് എക്സസൈസ് എന്ന് പറയുന്നത് ആക്റ്റീവ് ലിസണിങ് തന്നെയാണ്. നമ്മൾ സാധാരണ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ തന്നെ പൂർണ്ണമായിട്ടും ഭാര്യയെ കേൾക്കാൻ ശ്രമിക്കുക, അല്ലെ പാർട്ട്ണറെ സ്വന്തമായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. എന്താണ് അവര് പറയുന്നത്? ഇനിയിപ്പോ അയാള് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു, അപ്പൊ അന്നത്തെ കാര്യം മൂത്ത അവിടെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഇവിടെ ചെറിയ കുട്ടി ആ പ്രശ്നങ്ങൾ ഉണ്ടായി, ഞാൻ വളരെ ക്ഷീണിതനാണ്, എന്ത് കാര്യമാണെങ്കിൽ പോലും കൂടെയുള്ള പാർട്ട്ണർ ജസ്റ്റ് ഒന്ന് അയാളെ കേൾക്കാനൊന്ന് തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു പ്രശ്നം, ഇയാള് ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ വന്ന് ഫ്രഷ് ആയി ജസ്റ്റ് മൊബൈലായിട്ട് തോണ്ടി കൊത്തിരുന്നാൽ എന്താണ്, അവക്ക് എന്തൊക്കെയോ പറഞ്ഞു പോകും. അതൊരു ആക്റ്റീവ് ലിസണിങ് അല്ല. അപ്പൊ കൂടെ എന്താണ് ഇപ്പൊ എന്തായാലും പ്രശ്നമായാലും നല്ലതാണെങ്കിൽ കൂടെ നിന്ന് അവരൊന്ന് കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ. ഇതിന്റെ ആദ്യത്തെ ഒരു പടിയാണ് ഇത്. ഈ ഒരു ആക്റ്റീവ് ലിസണിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എന്താണ്, അവർക്കിടയിലുള്ള ആശയവിനിമയം ഒന്നുകൂടി നന്നാവും. പ്രശ്നബാധിത മേഖല അവർക്ക് പിന്നീട് ഓർത്തെടുക്കാൻ പോലും ബുദ്ധിമുട്ടാവുന്ന രീതിയിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഹോംവർക്ക്
പിന്നെ എക്സസൈസ് എന്ന് പറയുന്നത് പിന്നെ ഇവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് എന്താണ് ഒരു പിന്നെ ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞു, അത് സാധാരണ എല്ലാവരും ദിവസം ഉണ്ട്. അപ്പോ ആ ഒരു പോസിറ്റീവായിട്ട് ലോകം അവിടെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭക്ഷണം നന്നേക്കാളും കുറച്ചുകൂടി നന്നായിരുന്നു. അപ്പൊ ഇതൊരു ചെറിയ കാര്യമാണ്. കാരണം എന്താണ്, ഇതിപ്പോ എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കുന്നത്, എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ ആ ഒന്നൊരു സ്പെഷ്യൽ ആയിട്ട് അവരോട് പറയുകയാണ് നമ്മളെ പാർട്ട്ണർ, ഇന്ന് എന്നത്തേക്കാൾ വളരെ വളരെ നന്നായിട്ടുണ്ടല്ലോ, എന്ത് പറ്റി എന്നൊക്കെ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. പിന്നെ അതേപോലെ തന്നെയാണ് അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് പിന്നെ അവർക്ക് ലൈഫിൽ എന്തെങ്കിലും ചില ആവശ്യങ്ങൾ, ചിലപ്പോ അറൗണ്ട് ഏകദേശം 45-50 വയസ്സൊക്കെ ആകുന്ന സമയത്ത് നോർമലി ആളുകൾ എന്താണ് ബിസി ലൈഫിലായിരിക്കും, കുട്ടികൾ കാര്യം പിന്നെ ജോലി കാര്യം. അപ്പോൾ നമ്മളെ പാർട്ണറോട് സ്വന്തമായിട്ട് കൂടുതലായിട്ട് അവർക്ക് ശ്രദ്ധ കൊടുക്കുന്ന, അവർക്ക് ചില ആവശ്യം, നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടോ, ഒരു ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്യാം. വീട്ടിൽ നിന്ന് പുറത്ത് ജോലി പോയ സ്ഥലത്താണെങ്കിൽ എന്തെങ്കിലും വീട്ടിലേക്ക് ആവശ്യത്തിന് പുറമെ നിനക്ക് എന്തെങ്കിലും വേണോ എന്നതിന്റെ കൂടെ എന്താണ് നമ്മളെ CBTയിലെ സോക്രാറ്റിക് ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് ആ രീതിയിൽ അവരെ കൊണ്ടുപോയാൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം എന്താണ്, അവരെ നമ്മൾ എന്താണ് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇപ്പോഴും എന്താണ് എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആൾ ചോദിക്കുന്നുണ്ട്, എന്നെ കേൾക്കാൻ തയ്യാറാണ് എന്നുള്ള ഇതൊക്കെ എന്താണ് ഹോംവർക്ക് ആയിട്ട് എന്താണ് നമുക്ക് ഈ ഒരു പാർട്ട്ണർക്ക് കൊടുക്കാവുന്നതാണ്. എവിടെയാണോ എന്താ ആവശ്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിക്കുക എന്നുള്ളത്. അത് ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അതിനെതിരെയാണ് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അതാണ് ഈ ഒരു ഹോംവർക്ക് എക്സസൈസ് നമ്മൾ അവർക്ക് കൊടുക്കാനുള്ളത്. പിന്നെ ഈ ഒരു സ്ട്രെച്ചേർഡ് പ്രോബ്ലം സോൾവിങ് എക്സസൈസ് എന്ന് പറയുന്നതാണ്, ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അവർ രണ്ടുപേരും ഒരുമിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അപ്പോ ഒരു വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം, ഒരു അടിപിടിയോ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ആ സംഭവം നടന്നു, അതിനുശേഷം അവരോട് പറയാ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അവരോട് പറയാ, നിങ്ങൾ രണ്ടുപേരും ഇരുന്ന് ആലോചിക്കുക, ആ പ്രശ്നങ്ങൾ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, ആരുടെ ഭാഗത്താണ് തെറ്റുള്ളത്, തെറ്റ് പറ്റുന്നത് എന്റെ ഭാഗത്താണ്, സോറി പറയുക. അതല്ല നിങ്ങളെ ഭാഗത്താണ്, അവളെ പാർട്ട്ണർ വൈഫിന്റെ ഭാഗത്താണ്, അവരും എന്റെ ഭാഗത്ത് ഞാൻ അത് ചെയ്യാൻ പറ്റാത്തതായിരുന്നു, എന്റെ ഭാഗത്ത് സംഭവിച്ചു പോയി, ഇനി അത് ഉണ്ടാവില്ല എന്നുള്ളത് രണ്ടുപേരെ ഒരുമിച്ച് പറയുക എന്നുള്ളതാണ് ഒരു പ്രോബ്ലം സോൾവിങ്. എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് നമ്മൾ എന്താണ് അത് പരിഹരിക്കുന്ന കോലത്തിലേക്ക് മാറ്റി കൊടുക്കുക എന്നുള്ളത്. പിന്നെ ഇമോഷണൽ എക്സ്പ്രഷൻ പിന്നെ എക്സസൈസ് എന്നുള്ളത്, ഇത് ലവ് ബാങ്ക് എന്നാണ് ബിഹേവിയർ തെറാപ്പിയില് ഈ കപ്പിൾ തെറാപ്പിയിൽ പറയാറുള്ളത്. അപ്പോ ഇത് ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ പൊതുവായിട്ട് ഒരു അടുത്ത ഒരു വീഡിയോ കണ്ടത്, 40 വയസ്സിന് ശേഷമാണ് ശരിക്കുമുള്ള യഥാർത്ഥമുള്ള പ്രണയം ആരംഭിക്കുന്നത്. കറക്റ്റ് തന്നെയാണ്. കാരണം അതിനു മുമ്പുള്ള ചിലപ്പോൾ പ്രണയം ചിലപ്പോൾ നോർമലായിട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ ഇതിന് ശേഷം ഇവർക്ക് ഒരു ഫിസിക്കലി ആയിട്ടുള്ള ഒരു അട്രാക്ഷനും ഒരു റിലേഷൻഷിപ്പും ഏറ്റവും കൂടുതൽ എന്താണ് ഫാമിലി ലൈഫിൽ എഫക്റ്റീവ് ആവുന്നത് കൊണ്ടാണ് ഇതിനെ ലവ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോ പിന്നെന്താണ് നിലവിലുള്ള പ്രശ്നം എന്താ, കൂടുതലായിട്ട് അറ്റ്ലീസ്റ്റ് എന്താണ് അവരുടെ പാർട്ട്ണറെ അവരെ ഈ ഒരു രീതിയിലെങ്കിലും, ഇപ്പോഴത്തെ പല ഫാമിലി നമ്മൾ ഇപ്പൊ 2 റൂമിൽ കിടക്കുന്ന ആളുകൾ പോലും ഉണ്ട്. കാരണം എന്താണ്, എന്റെ ഒരു സമയം കഴിഞ്ഞു, ഞങ്ങൾക്ക് അതിനുള്ള കുട്ടികളൊക്കെ വലുതായി, അതിന് ഇനി പറ്റില്ല, നമ്മൾ കൂടുതലായിട്ട് ഒരുമിച്ച് ഒന്ന് കിടന്നാൽ പോലും അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒന്ന് ഹഗ് ചെയ്താൽ പോലും കുട്ടികൾ കണ്ട അവർക്കിടയിൽ നമ്മൾ മോശക്കാരാണ് എന്നുള്ള ചിന്ത ഇപ്പോഴത്തെ ജനറേഷനിൽ ഇപ്പോഴത്തെ ആളുകൾക്കിടയിൽ നമ്മുടെ ഫാമിലീസിൽ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നത് കാരണം പ്രശ്നങ്ങൾ അടിപിടിയും പ്രശ്നങ്ങൾക്ക് ഇവരുടെ ഇടയിലാണ് കൂടുതലായിട്ട് വരുന്നത്. കാരണം ഇവർക്കിടയിൽ എന്താണ് ഇമോഷണൽ എക്സ്പ്രഷൻ നടക്കുന്നില്ല, റിലേഷൻഷിപ്പ് നടക്കുന്നില്ല. അതെന്താണ്, അത് പൂർണ്ണമായിട്ട് എന്താണ് അവർക്കിടയിൽ നല്ലൊരു ഇന്റിമേസി ഉണ്ടാക്കാൻ വേണ്ടി റീബിൽഡപ്പ് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു 5 മെത്തേഡാണ് ബിഹേവിയർ കപ്പിൾ തെറാപ്പിയിൽ മെയിൻ ആയിട്ട് നടക്കുന്നത്. പിന്നെ ആദ്യത്തെ നമ്മൾ പറഞ്ഞ ആദ്യത്തെ അസസ്മെന്റും ഇന്റർവെൻഷൻ ഫേസസ് എന്താണ് വളരെ രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകണം. അവർ ആ 2 ഫേസും കറക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ മൂന്നാമത്തെ മെയിൻ്റനൻസ് ഫേസിക്ക് വരുന്ന സമയത്ത് അവിടെ വളരെ സക്സസ് ആവാനുള്ളത്. ആദ്യത്തെ അസസ്മെന്റിൽ എന്താണ് പൂർണ്ണമായിട്ട് ഡീറ്റെയിൽസ് എടുക്കുക. രണ്ടാമത്തെ ഇന്റർവെൻഷനിലേക്ക് വരുന്ന സമയത്ത് എന്താണ് അവരെ പ്രശ്നം മനസ്സിലാക്കി, എന്തൊക്കെയാണ് അവർക്ക് കൊടുക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അതിനുശേഷം എന്താണ് ഇവാലുവേഷൻ നടത്തുക. ഈ ഒരു ഇവാലുവേഷൻ നടത്തുന്നത് എപ്പോഴാണ്, മെയിൻ്റനൻസ് ശേഷം. ആദ്യ സെഷൻ കഴിഞ്ഞു, എന്തൊക്കെയാണ് മാറ്റങ്ങൾ നോക്കുക, പിന്നെ ഫീഡ്ബാക്ക് അവരോട് ചോദിക്കുക. ഞങ്ങൾ തെറാപ്പി കഴിഞ്ഞ ശേഷം എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്, എന്തെങ്കിലും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്.
പിന്നെ ഈ ഒരു ഫാമിലി കേസ് മിനിമം എന്താണ് 6 മാസം മുതൽ 12 മാസം വരെ കൊല്ലം വരെ എന്താണ് ഈ ഒരു ഫോളോ അപ്പ് അവർക്കിടയിൽ നടത്തണം. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എന്താണ് ചെറിയ പെട്ടെന്ന് തന്നെ എന്താണ് അവർക്ക് ഒരു പഴയതുപോലെ എന്താണ് പ്രശ്നബാധിതമാകാനുള്ള രീതിയിലാവില്ല. കുറച്ച് ചെറിയ രീതിയിൽ എന്താണ് അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരു സെഷൻ എന്നുള്ള രീതിയിലെങ്കിലും എന്താണ് അവർക്ക് എപ്പോഴും കോണ്ടാക്റ്റും കാര്യങ്ങളും നമ്മൾ തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ അവർക്ക് കൊടുക്കുക. പിന്നെ അന്വേഷിച്ച ഫീഡ്ബാക്കിലൊക്കെ അവരുടെ ഫാമിലി എന്താണ് പുതിയ ലൈഫ് പാറ്റേണുകൾ നമ്മൾ മാറ്റി കൊടുക്കുക, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഒരു വർഷമെങ്കിലും എന്താണ് നമ്മൾ ആ ക്ലയന്റിന്റെ കൂടെ എന്താണ് അവരെ കൺസിസ്റ്റന്റ് ആയിട്ട് എന്താണ് പിന്തുടരുക എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ പ്രധാനമായിട്ട് നമ്മളിപ്പോ ഓവറോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ 5 കാര്യങ്ങൾ അതാണ്. റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ പ്രശ്നം അത് മനസ്സിലാക്കുക. തെറ്റായി കിടക്കുന്ന ബിഹേവിയർ എന്തൊക്കെ മോശമായി നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളിലൂടെ വന്നിട്ടുള്ള ബിഹേവിയേഴ്സ് എന്തൊക്കെ അത് മനസ്സിലാക്കുക. ഇമോഷണൽ അവോയ്ഡൻസ് ബാലൻസ് ഉണ്ടായി കൊടുക്കുക. നല്ല ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവരുടെ ലൈഫ് ഉണ്ടാകും. അവരെ സ്ട്രെങ്ത് അവരുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് എവിടെയാണ് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതിനനുസരിച്ച് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ ഇതുമായിട്ട് എന്താണ് ഏറ്റവും കൂടുതൽ എന്താണ് ഈ ഒരു ബിഹേവിയർ കപ്പിൾ തെറാപ്പിയിൽ നമുക്ക് എന്താണ് പലതരത്തിലുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവണം. പിന്നെ ഏതൊരു തെറാപ്പിയിൽ എടുക്കുന്ന സമയത്തും നമ്മളൊരു പ്രശ്നമായിട്ട് നമ്മളെ അടുത്ത് വരുന്ന സമയത്ത് നമ്മുടെ പ്രശ്നം കൂടിയാണെന്ന് മനസ്സിലാക്കി അവർക്ക് ഇന്റർവെൻഷൻ കൊടുക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഒരു തെറാപ്പി എന്ന രീതിയിൽ അത് സക്സസ് ആയിട്ട് പോകാൻ പറ്റും. പിന്നെ അതുമല്ല രണ്ട് പാർട്ട്ണർ പല കേസുകളും നമ്മൾ കൗൺസിലേഴ്സ് ആവുമ്പോൾ പല കേസുകൾ ചിലപ്പോൾ ഒരു ഫാമിലി വൈഫിന്റെ ഭാഗം നമ്മളെ ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കും. അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഫ്രണ്ടിൽ വെച്ച ആരെങ്കിലും. അന്നപ്പോ ഈ ഒരു പ്രശ്നമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് രണ്ടുപേരും ഒരുപോലെയാണ് എന്നുള്ള ചിന്ത നമ്മൾ വരണം. കാരണം ഒരാളെ മാത്രം എന്താണ് കുറച്ചൊന്ന് ഹൈ ലെവലാക്കിയിട്ട് ഇയാളെ മൊത്തം പ്രശ്നം ഇയാളതാണ് അല്ലെങ്കിൽ ആ പാർട്ട്ണർ പ്രശ്നമാണെന്നുള്ള ആ രീതിയിലേക്ക് നമ്മൾ പോവരുത്. രണ്ടുപേര് ഈക്വൽ ആയിട്ട് കണ്ട് രണ്ടാളെ പ്രശ്നങ്ങൾ നമ്മളിതാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. സർ, പറഞ്ഞോളൂ. ഇപ്പൊ നമ്മളെ സമീപിച്ചത് വൈഫാണെന്ന് വിചാരിക്കാം. അപ്പൊ അതെ. ഹസ്ബൻഡ് ആണെങ്കിൽ ഈ കൗൺസിലിംഗ് കേൾക്കുന്നതേ അയാൾക്ക് വെറുപ്പാണ്. ആ. അങ്ങനെ ഇരിക്കുന്ന ഓ, സമയത്ത് എന്താ ചെയ്യാ നമ്മള്? അയാൾ വരുന്നുമില്ല, അയാളൊരു മാറ്റത്തിന് തയ്യാറും അല്ല. ഞാൻ ഇതുപോലെയാണ്, ഇങ്ങനെ എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്താൽ മതി എന്നുള്ള നിലപാടിൽ അയാൾ നിൽക്കുക. അല്ലെങ്കിൽ നമുക്ക് ഡിവോഴ്സ് ചെയ്യാം എന്നാണ് പറയുന്നത്. അതെ. അപ്പൊ ഈ പറഞ്ഞ പെൺകുട്ടിക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഡൈവോഴ്സ് ആണ് തയ്യാറാകുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അയാളുടെ ഫാമിലിയിലുള്ള ആളുകൾ ഇവരെ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കുക. ഈ കുട്ടിയുടെ പ്രശ്നം ഇവരുടെ ഫാമിലിയിൽ നടക്കുന്ന കോൺഫ്ലിക്റ്റ് രണ്ട് ഫാമിലീസിനും അറിവുണ്ടോ? ചിലപ്പോ രണ്ടുപേരും ഫാമിലി അറിയും, പക്ഷെ ഫാമിലിയിൽ അതന്നെയായിരുന്നു അയാളുടെ പ്രശ്നം. ഫാമിലിനെ അറിയിക്കരുത് എന്ന് അയാൾക്ക് പ്രശ്നമുണ്ട്. അപ്പൊ അവളത് അറിയിച്ചു. അവൾക്ക് ഒറ്റക്ക് പറ്റുന്നില്ല, 5 വർഷത്തോളായി. അപ്പൊ ഫാമിലിനെ അറിയിച്ചത് കൊണ്ട് പ്രശ്നമാണെന്ന് പറഞ്ഞു. അവൾ അബ്രോഡ് പോയി, അതൊക്കെ അയാൾക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞു. പക്ഷെ അയാൾ കൗൺസിലിംഗ് ചെയ്യാനാവുന്നുമില്ല. അതാ പറഞ്ഞത് അവര് ഫാമിലിനോട് ഇടപെടാൻ പറയാം. അയാളെ ഫാമിലിനോട് കാര്യങ്ങൾ വ്യക്തമായിട്ട് മൂത്ത വീട്ടിലെ മുതിർന്ന കാരണന്മാരോ ആ കാര്യങ്ങളൊക്കെ അവരൊക്കെ നേരിട്ട് കണ്ട കുട്ടീന്റെ പ്രശ്നങ്ങൾ നേരിട്ട് പറയുന്നത് രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യട്ടെ. കൗൺസിലിങ്ങിന് പോകണ്ട, ഫാമിലി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ തീരങ്ങളായിരിക്കും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കട്ടെ. ഇവള് പറയും അവളെ കാര്യങ്ങൾ, അയാൾ എന്തുകൊണ്ട് പറയുന്നില്ല അത് നമ്മൾ ആദ്യം അറിയണം. എന്തുകൊണ്ടാണ് പ്രശ്നം മറ്റുള്ളവർ അറിയാൻ പാടില്ല എന്ന് വിചാരിക്കുന്നത്? അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ആ കുട്ടീനോട് ചോദിക്കാം. കുട്ടി ഡയറക്റ്റ് ആയിട്ട് പോകണമെന്നല്ല, കുട്ടീന്റെ ബിഹൈൻഡ് ആയിട്ടുള്ള ഫാമിലി വാപ്പയോ ഉമ്മയോ അച്ഛനോ അമ്മയോ അവരെ കൊണ്ട് സംസാരിക്കുക. കുട്ടി ഓപ്പൺ ആയിട്ട് തന്റെ പ്രശ്നങ്ങൾ എന്താണ് ഫാമിലിനെ അറിയിക്കണം. ഫാമിലി മുഖേന എന്താണ് അയാളെ ഫാമിലിയിലേക്ക് എത്തിക്കണം. ഇത് എന്താണ് ആരും അറിയാണ്ട് ഇവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പിന്നെ എന്താണ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം പറയുമൊക്കെ ആകുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നത്. ഈ തുടക്ക സമയത്ത് തന്നെ മനസ്സിലായി കഴിഞ്ഞാൽ എന്താണ് എനിക്ക് സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നപ്പോ സ്വന്തം വീട്ടുകാരെ അറിയിക്കുക. എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വീട്ടിൽ നടക്കുന്നുണ്ട്, അയാളെ കൊണ്ട് ഇന്ന ബുദ്ധിമുട്ടൊക്കെ എനിക്കുണ്ട്, അല്ലെങ്കിൽ അവളെ കൊണ്ട് ഇന്ന ബുദ്ധിമുട്ടൊക്കെ എന്റെ ലൈഫിൽ നടക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ തീരുമാനം നിങ്ങളായിട്ട് ഉണ്ടായി കൊടുക്കണം. ഞാനൊക്കെ ഏതൊരു കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഫാമിലി അറിയോ എന്നാ ചോദിക്കാറ്. ഫാമിലിയിൽ അറിയുന്നുണ്ടെങ്കിൽ എന്താ, അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം രണ്ടുപേരും നിങ്ങളുടെ ഫാമിലിയിൽ അറിയിക്കും. അവര് തീരുമാനം എടുത്തതിന് ശേഷം നിങ്ങളെ ഫാമിലിയായിട്ട് ഒരുമിച്ച് പോവാ കൗൺസിലിങ്ങിന്. എന്നാൽ മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്യൂ എന്താണ് ഞാൻ പറയാറുണ്ട്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം.
കാരണം എന്താണ്, ഒരു കുടുംബം എന്ന് പറയുന്നത് രണ്ടുപേര് മാത്രം അടങ്ങിയൊന്നല്ല. അവർക്കിടയിൽ അവരെ പാരന്റ് വേണം, അവരെ കുടുംബക്കാര് വേണം. ഇതെല്ലാം കൂടി ഒരു കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമ്മളൊരു ഫാമിലി എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇവര് രണ്ടുപേരെ ഒതുക്കി എന്ത് ജീവൻ, എന്ത് ഹാപ്പിനെസ് അവർക്ക് അവിടെ ഉള്ളത്? അത് പാടില്ല. കാരണം എല്ലാരും, ചുറ്റുപാടുള്ള എല്ലാരും വേണം. അതിനുശേഷം ഇവർക്കൊരു പ്രൈവസിയും കൂടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇവരെ ലൈഫ് ഇവരെ ആഘോഷിച്ചോട്ടെ, സന്തോഷിച്ചോട്ടെ. പക്ഷെ എന്താണ്, അത് കൂടെ എന്താണ് കുറെ ആളുകൾ ചുറ്റുപാട് നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. അല്ലാണ്ട് വേറെ വീട്ടിൽ താമസിച്ച് ഇവരെ വേറെ ലോകത്തേക്കാക്കി അങ്ങനെയല്ല കൗൺസിലിംഗ് എന്ന് പറയുന്നത്. കുടുംബത്തിൽ എല്ലാവരും അവരെ കൂടെ സപ്പോർട്ടീവ് ആയിട്ട് വേണം. അവരിഷ്ടപ്പെട്ട ഒരു ലൈഫ് ചിലപ്പോൾ ഒരു പാർട്ണർ ആഗ്രഹിക്കുന്ന അതൊക്കെ ആയിരിക്കാം. അത് നമ്മൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നിലവിൽ ഇപ്പൊ ആള് ഗൾഫിലും വൈഫ് ഗൾഫിലും ഹസ്ബൻഡ് ഉം. നാട്ടിലും ഉള്ളത്. അപ്പൊ അവരെ നാട്ടിലെത്തിച്ച് സംസാരിപ്പിക്കലാവും ഇനി ഉചിതമായിട്ട് നടത്തേണ്ടി വരാം അല്ലെ? യെസ്, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ ഈ ഒരു വൈഫ് ഗൾഫിൽ എന്നൊക്കെ ചിലപ്പോ അതിലൊക്കെ ചിലപ്പോ ജോലി ഇഷ്യൂസ്, കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും ട്ടോ. അതൊക്കെ എന്താണ് കറക്റ്റ് ആയിട്ട് അറിയണം. അപ്പൊ ഒരു ഈഗോ ക്രാഷ് ഒക്കെ ആള് വരാനുള്ള സാധ്യത ഉണ്ട്. ഈ ഒരു പ്രയാസം ആയതുകൊണ്ട് വാപ്പയമ്മയും ഗൾഫിലായതുകൊണ്ട് അങ്ങോട്ട് പോയതാണ്. ആ, ഇവിടെ ഓക്കെ. ഒറ്റപ്പെട്ടു പോകുന്നത് കൊണ്ട്. ചേട്ടാ എനിക്ക് തോന്നുന്നു അതിലിപ്പോ ഈ രണ്ടു വശവും കേൾക്കാതെ ശരിക്കുള്ള പ്രോബ്ലം നമുക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇല്ല ഒരു ഇല്ല, സൈഡ് മാത്രം കേട്ട് കഴിഞ്ഞാൽ ഇല്ല, നമ്മൾ ഒരിക്കലും ഡിസിഷൻ എടുക്കാൻ പാടില്ല അവിടെ. ഒരു വശം കേട്ടിട്ട് എന്താണ് നമ്മൾ ഡിസിഷൻ എടുക്കാനേ പാടില്ല. കാരണം എന്താണ്, നമ്മളിപ്പോ ഒരു പെൺകുട്ടി വന്നിട്ട് നമ്മളോട് ഭയങ്കര കരച്ചിലും ബഹളമാണ്, എനിക്ക് സാറേ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കുറച്ച് എമ്പതിക്കലായിട്ട് ആക്റ്റീവ് ലിസണിങ് ഒക്കെ കേട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ കൗൺസിലിംഗ് വില എന്താണ്, ഒരു വില ഇല്ലാണ്ടാവും. അപ്പൊ എന്താണ്, ഫസ്റ്റ് സെഷൻ അവരോട് കേട്ടിട്ട് പറയാം, ഞാൻ പുള്ളിക്കാരനുമായിട്ട് സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവരെ സമാധാനിപ്പിച്ചു വിടാം ഫസ്റ്റ് സെഷനിൽ. ഈ വരാത്ത അത് രണ്ട് ആളായതുകൊണ്ട് അവരേക്ക് ഈ പെണ്ണിന്റെ ഫാമിലിന്ന് അവിടേക്ക് ആളെ വിടുകയാണോ ചെയ്യേണ്ടത്? അതെ, നമുക്ക് അവരെ കുടുംബത്തിലേക്ക് ആളയക്കണം. അയാൾക്ക് എന്തുകൊണ്ട് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ വൈഫിന്റെ ഉപ്പ തന്നെ കുറച്ച് ഇമോഷണലി കാരണം അവർക്ക് ഒറ്റ മോളാ, 5 ആൺകുട്ടികളുമാണ്. അപ്പൊ കുറച്ച് മോൾക്കാണല്ലോ പ്രശ്നം വന്നിട്ടുള്ളത്. അപ്പൊ അവർ കുറച്ച് ഇമോഷണലി ആവുമ്പോ അവർക്ക് നന്നായിട്ട് സംസാരിക്കാനൊക്കെ പറ്റുമോ? അത് കൊളാവുന്ന രൂപത്തിലായാലോ? അതാ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ മൊത്തത്തിൽ നമ്മൾ നാട്ടുകാരെ കുടുംബക്കാരെ മൊത്തം അറിയിക്കണം എന്നല്ല. ഈ കുട്ടിയുടെ യഥാർത്ഥത്തിൽ കുട്ടീന്റെ പ്രശ്നം എന്താണ്, ഇയാൾ തമ്മിലുള്ള അത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. എവിടെയാണ് ഈ കുട്ടിക്ക് പ്രശ്നം തോന്നുന്നത്, അയാളെ കൊണ്ട് എന്ത് ബുദ്ധിമുട്ടാണ് എന്ന് നമ്മൾ ആദ്യം അറിയണം. അപ്പോ പല കേസുകളും നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് മുമ്പ് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പേഴ്സണൽ ആയിട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇവരെ മുമ്പിൽ നമ്മൾ കൗൺസിലിംഗ് സെഷൻ ഇരിക്കുമ്പോൾ ഒരു പ്രശ്നം ഇവർക്ക് തമ്മിൽ ഉണ്ടാവില്ല, പറയാനും ഉണ്ടാവില്ല, നമുക്ക് കേൾക്കാനും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ കേസുകൾ എന്താണ്, കുട്ടിക്ക് യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് അയാളെ കൊണ്ട് എന്ത് ബുദ്ധിമുട്ടാണ് നമ്മൾ അത് മനസ്സിലാക്കുക. എന്നിട്ട് എന്താണ് ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ കുട്ടീന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളെ, കുട്ടീന്റെ ഫാദറോ അല്ലെ ഫാദർ വേണ്ട, ഇപ്പൊ കുടുംബത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടാവില്ലേ, ഫാദറിന്റെ ജ്യേഷ്ഠനോ അനുജനോ അങ്ങനെയൊക്കെ ആരെങ്കിലും ഇൻവോൾവ് ആയി, കാരണം ഡയറക്റ്റീവ് അല്ല ഇൻഡയറക്റ്റീവ് ആയിട്ടുള്ള ഒരാൾ. എന്നിട്ട് കുട്ടി ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ അയാളെ ഫാമിലിയിൽ അയാളോട് ചോദിക്കുക. ഇനിയിപ്പോ അയാൾ ഇല്ലാത്തതാണെന്ന് പറയുകയാണെങ്കിൽ കുട്ടി അയാൾ ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ പറയുന്നത്, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ ആ ഒരു സെഷൻ എന്താണ്, രണ്ടുപേരെ ഒരുമിച്ചിരുത്തുക. ഇതൊക്കെ ഫാമിലിയിൽ നമുക്ക് നടത്താവുന്നതാണ്. ഈ കൗൺസിലിംഗ് സെന്ററിലൊക്കെ ഒന്നും പോകണമെന്നില്ല. പക്ഷെ എന്താണ്, രണ്ട് ടീം എന്താണ്, ഒരു പ്രശ്നം നിങ്ങൾ പറഞ്ഞതുപോലെ വഷളാവുന്ന രീതിയിലാവരുത്. കാര്യങ്ങൾ രണ്ടുപേരെയും കേട്ടിട്ട് ഏത് ഭാഗത്താണ് പ്രശ്നങ്ങൾ കൂടുതലുള്ളത്, അത് ആ പ്രശ്നങ്ങൾ സത്യമാണോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഒരു ഭാഗത്തേക്ക് നിൽക്കാൻ പറ്റും. സാർ അതിലിപ്പോ ഈ ഫാമിലിയില് രണ്ടുപേരോടും ഒരുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ കാണും, അവരെ ഉണ്ടാവും. നമുക്ക് അതെ, ഇവർ രണ്ട് ഫാമിലിയോട് ചിലപ്പോ ഈ കല്യാണം റെഡി ആയി കൊടുത്ത ഒരാള്, അല്ലെങ്കിൽ നാട്ടിലത്തെ ഒരു മെമ്പർ, അല്ലെങ്കിൽ ഒരു പള്ളിയിൽ ഒരാള്, അങ്ങനെയൊക്കെ ഒരാളെ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പൊ ഈ രണ്ട് കൂട്ടരോട് നമുക്ക് സംസാരിക്കാൻ ഒരാളുണ്ടാവും നിങ്ങൾ പറഞ്ഞതുപോലെ. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു. ബ്രദറായിരുന്നു സംസാരിച്ചോണ്ടിരുന്നത്. പക്ഷെ ബ്രദർ മൊത്തത്തില് ഇവളെ വന്ന് കുറ്റപ്പെടുത്തുന്ന രൂപത്തിലായി. അപ്പൊ അവളും ആകെ ആയി. ഇപ്പൊ അവനെ ബ്ലോക്ക് ചെയ്തു, ഒന്നിലും സംസാരിക്കുന്നില്ല. അവള് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവനെ എല്ലാത്തിലും ബ്ലോക്ക് ചെയ്തു. ആളെ ഇപ്പം ഇവള് ആകെ ഡൗൺ ആയിട്ടായിരുന്നത്.
ഇവര് രണ്ടുപേര് കാരണം എന്താണ്, കുട്ടിയുടെ ഭർത്താവിന്റെ ഇമോഷൻസ് കാര്യം മനസ്സിലാകും, ഈ പെൺകുട്ടിയുടെ ഇമോഷൻസ്. അതായത് പെൺകുട്ടി എന്തോ പറഞ്ഞത് കേട്ടിട്ടായിരിക്കാം ഇയാളുടെ ബ്രദർ ചിലപ്പോ അത് അന്വേഷിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ ഓപ്പോസിറ്റ് ആയിട്ട് അയാൾ അന്വേഷിച്ച പോയ സമയത്ത് അയാളോട് ഡയറക്റ്റ് ആയി ചോദിച്ചപ്പോ അയാൾ ഇങ്ങനെയൊന്നുമില്ല, അതൊക്കെ അവളുടെ തോന്നലാണ്, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയി പെൺകുട്ടി ബ്രദറിനോട് വീണ്ടും കാര്യങ്ങൾ പറയുന്നത്. അയാൾക്ക് ദേഷ്യം വരുന്നു, ഇതൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്, നീ പറയുന്നതൊക്കെ വെറുതെയാണ് എന്ന് പറയുമ്പോ എന്താണ്, അവിടെ ഒരു പറഞ്ഞ നമ്പർ ബ്ലോക്ക് ആക്കും കാര്യങ്ങൾ. അതാ പറഞ്ഞത്, കുട്ടീനെ ഡയറക്റ്റ് ആയിട്ട് നാട്ടിലെത്തിയതിനു ശേഷം ഇവര് തമ്മിൽ പ്രശ്നങ്ങൾ യാഥാർത്ഥ്യത്തോടു കൂടി റിയൽ ആയിട്ട് മുമ്പിൽ എത്തി ചോദിക്കുക എന്നുള്ളതാണ്. ഇത് കുറച്ച് ആളുകൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും, കുറച്ച് ആളുകൾ ഇറങ്ങേണ്ടി വരും. പിന്നെ ഈ പറഞ്ഞ തന്നെ കൗൺസിലിങ്ങിന് പുള്ളിക്കാരൻ തയ്യാറല്ലാത്തത്തോളം കാലം എന്താണ്, ഒരു കൗൺസിലിംഗ് കുട്ടി മാത്രം പോയിട്ട് കാര്യമില്ല. ആദ്യം അവര് കുടുംബത്തിലെ ആളുകൾക്ക് ഇടപെടട്ടെ. അതാണ് ഇവിടുത്തെ ഒരു ചലഞ്ചിങ്. രണ്ടാളും വരുവാണെങ്കിൽ എളുപ്പമായിരുന്നു. അതെ, ഇയാള് വന്നിട്ട് നാട്ടിലുള്ള ആരെങ്കിലും കുട്ടീന്റെ ഫാദറിനോട് സംസാരിക്കാൻ പറയാം, എന്നിട്ട് അവരെ കൊണ്ട് പറഞ്ഞേക്കുക ഇവരുടെ അടുത്തേക്ക്. അല്ല അയാളെ വിളിച്ചാൽ വരെ പ്രശ്നങ്ങൾ, ഫിസിക്കലി ആയിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, അയാൾ ഡയറക്റ്റ് ആയിട്ട് ഇന്ന സ്ഥലത്തേക്ക് വരട്ടെ, എവിടെ ഒരു സ്ഥലം ഫിക്സ് ചെയ്യുക. ഇനിയിപ്പോ ഏതെങ്കിലും റെസ്റ്റോറന്റോ മാളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പബ്ലിക് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന സൗകര്യമായി സംസാരിക്കാൻ പറ്റുന്ന, അതൊക്കെ ഒരു കൗൺസിലിംഗ് തന്നെയാണല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കൗൺസിലർ അങ്ങനെ പോകുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല. ഇല്ല, അങ്ങനത്തെ പ്രശ്നം. ഒരു കൗൺസിലർ അങ്ങനെ വില്ലിങ് ആണ്, എന്ത് പ്രശ്നം? നമ്മൾ പറഞ്ഞില്ലേ, ഒരു പബ്ലിക് ആയിട്ട് പിന്നെ ചില ആങ്സൈറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്ക് എക്സ്പോഷർ തെറാപ്പി എങ്ങനെയാണ് കൊടുക്കുന്നത്? നമ്മൾ പബ്ലിക് ആയിട്ട് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ സോഷ്യൽ, പിന്നെ ഈ ഒരു സ്റ്റേജ് ഫിയർ അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ആങ്സൈറ്റി ഉള്ള, നമ്മൾ എന്താണ് തെറാപ്പിസ്റ്റ് കൂടെ പോകും ചെയ്തു കൊടുക്കാൻ. ഞാനൊരു കേസ്, ഒരു കുട്ടിയുടെ സ്കൂളിലെ ഫിയർ, അതായത് പിന്നെ സ്കൂളിൽ കുട്ടിക്ക് എന്താണ് ചില പ്രശ്നങ്ങളുണ്ട്, ഡയറക്റ്റ് ആയി കുട്ടിക്ക് അത് മാറി കൊടുത്തിട്ടുണ്ട് ഞാനൊരു വട്ടം നാട്ടിലുള്ള സമയത്ത്. അപ്പൊ അതുപോലെ എന്താണ്, ഒരു ക്ലയന്റും കൂടെ പോവാനും അല്ലെങ്കിൽ തെറാപ്പിസ്റ്റും തയ്യാറാണെങ്കിൽ എന്താണ് കൂടെ പോകുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല. ഈ ഡിലൂഷൻ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ കൺവിൻസ് ചെയ്യുക? ഡിലൂഷൻസിൽ നമ്മൾ, അതായത് ഡിലൂഷൻസ് കുറെ തെറ്റിദ്ധാരണകൾ, അതിൽ ഹലൂസിനേഷൻ ഉണ്ടോന്ന് അറിയാം. അതായത് ഹലൂസിനേഷൻ മീൻസ്, ഇപ്പൊ ഇന്നത്തെ ഒരു കേസ്, ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഷെയർ ചെയ്തിരുന്നു. പുള്ളിക്കാരന് പിന്നെ ഗൾഫിലായിരുന്നു. അപ്പോൾ ഗൾഫിൽ, ഇത് ഫാമിലി ഇഷ്യൂസ് അല്ല, പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. അപ്പോ പുള്ളിക്കാരന് ഇപ്പോൾ അടുത്ത കാലത്ത് കുറച്ചു മുമ്പ് തലവേദന വന്നു. തലവേദന ശേഷമാണ് പുള്ളിക്കാരൻ എന്താണ് തന്റെ ലൈഫിൽ എന്തൊക്കെയോ, എന്നെ ആരോ കൊല്ലാൻ വരുന്നു പുള്ളിക്കാരൻ കേസ് വരെ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതില് പാരനോയിഡ് ഷിസോഫ്രീനിയ എന്ന് പറയുന്ന ഒരു ചിലത് കൂടി ആഡ് ചെയ്യേണ്ടി വരും. അതായത് ഇങ്ങനത്തെ കേസുകൾ, എന്നെ ആരോ കൊല്ലാൻ വരുന്നു, അല്ലെങ്കിൽ എന്താണ് എനിക്ക് ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ട്, പിന്നെ എല്ലാത്തോടും സംസാരിക്കുന്ന സംശയത്തോടു കൂടി സംസാരിക്കുക, എന്നെ കുടുംബക്കാരൊക്കെ എന്താണ് പിന്നെ എന്തോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എന്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ചില പ്രയാസങ്ങൾ പൊതുവെ ഉണ്ടാവാറുണ്ട് ഈ ഡിലൂഷൻസ് കേസുകൾ. അതിന്റെ കൂടെ നമ്മൾ എന്താണ്, ഇവർക്ക് എന്താണ്, അതായത് ഉള്ളിൽ നിന്നും കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അതായിരിക്കും അവർക്ക് ഈ ഹലൂസിനേഷനുമായിട്ട് ബന്ധപ്പെട്ട്. ചിലപ്പോ ഹലൂസിനേഷൻ എന്ന് പറയുന്ന ഒന്നുകിൽ അയാൾ എവിടെ ഒരു ഉൾവിളി കേൾക്കണം. അപ്പോൾ ചില ആളുകൾക്ക് എന്താണ് ഈ പാരനോയിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന സമയത്ത് ചില ആളുകൾക്ക് ഹലൂസിനേഷൻ അവർക്ക് മനസ്സിലാക്കാൻ പറ്റൂല. അപ്പോൾ നമ്മൾ എന്താണ്, അത് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവരെന്താണ് ഏതൊക്കെ രീതിയിലാണ് അവരെ മാനസിക പ്രയാസങ്ങൾ എന്തൊക്കെയാ ഉള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് അറിയണം. എന്താണ് കറന്റ്ലി അവരെ മെന്റൽ സ്റ്റാറ്റസ് എന്താണ്, അവർക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഇപ്പൊ നിലവിൽ അനുഭവിക്കുന്നത്. ഇനിയിപ്പോ ഡിപ്രഷൻ ആണോ, ആങ്സൈറ്റി ആണോ, അല്ലെങ്കിൽ ബിഹേവിയർ ഇഷ്യൂസ് ആണോ, ഇനിയിപ്പോ ഓർമ്മക്കുറവാണോ, ഉറക്കക്കുറവാണോ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ജോലിക്ക് പോകാത്ത പ്രശ്നങ്ങളാണ്, എന്താണ് അവർ ബുദ്ധിമുട്ടുള്ളത്, അത് നമ്മൾ കണ്ടെത്തിയിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്യാം. ഇതില് അഡ്ജസ്റ്റ്മെന്റ് ആണോ അണ്ടർസ്റ്റാൻഡിങ് ആണോ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്, ഇത് രണ്ടിനും ഇമ്പോർട്ടന്റ് കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഒരേ സമയത്ത് എന്താണ്, അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് പെട്ടെന്ന് വന്നിട്ട് കുടുംബത്തിൽ ഒരു ലൊക്കാലിറ്റിയിൽ പുതിയൊരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാൾക്ക് പെട്ടെന്ന് എല്ലാം അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറയും. കുറച്ചൊന്ന് അഡ്ജസ്റ്റ്, ഭർത്താവിന്റെ സപ്പോർട്ട് കൂടി തൽക്കാലം നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും കുറഞ്ഞ ദിവസം, അതൊരു അണ്ടർസ്റ്റാൻഡിങ് കൂടി. ആ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് കൂടി തന്നെ കുട്ടി ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അല്ലാണ്ട് നിർബന്ധമായിട്ട് എന്താണ് പുഷ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആവും. അതേ സമയത്ത് കുട്ടിയായിട്ട് എന്താണ് ഈ പെൺകുട്ടി പാർട്ണർ, ഈ കുടുംബത്തിൽ ഇങ്ങനത്തെ രീതികളൊക്കെ ഉണ്ട്, കുറച്ചു കാലത്തൊക്കെ എന്തൊക്കെയാണ് ഞാൻ ഇവരുമായിട്ട് മുന്നോട്ട് പോവാം, പിന്നെന്താണ് എന്റെ ഇഷ്ടങ്ങൾ എന്താണ് അവരോട് പറയാം, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഇഷ്ടങ്ങളുള്ള എന്റെ ഫാമിലി, അപ്പൊ അവരെന്താണ് എന്നെ അന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ തയ്യാറാവും എന്നുള്ള ഒരു തോട്ട് കുട്ടിയിൽ വരും. അത് ആണ് അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് എന്ന് പറയുന്നത്.
ആ ലെവലിലേക്ക് എത്തിപ്പോയാൽ ഫാമിലി ലൈഫ് വളരെ ഹാപ്പി ആയിരിക്കും. സാറേ നേരത്തെ പറഞ്ഞ കേസിലെ യെസ്. ശരിക്കും ഒരാള് ശരിക്കും പറയുന്ന കൗൺസിലിങ്ങിന് തയ്യാറല്ല, അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ പോകുന്നവരാണെങ്കിൽ കൂടെ നിന്നാ മതി, അതല്ലെങ്കിൽ ഡിവോഴ്സ് ആവാം എന്നാണ്. മറ്റേ ആൾക്ക് കൂടെ പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട്, കൂടെ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും കൗൺസിലിങ്ങിന് പറയുന്നുണ്ടാവുക. ശരിക്കും പറയുകയാണെങ്കിൽ ഈ കുട്ടിയുടെ നീഡ് മറ്റു പാർട്ട്ണർ എന്ത് ചെയ്യുന്നില്ല, ആ രീതിയിൽ കാണുന്നില്ല, അംഗീകരിക്കുന്നില്ല. വീട്ടിൽ പറഞ്ഞത് അയാൾക്ക് ഒരു ഷെയിമായിട്ട് തോന്നുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പൊ വീട്ടുകാരോടൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ അങ്ങനെ പോയാൽ പോലും അവര് ആ കുട്ടീനെ ഒട്ടും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതുകൊണ്ടല്ലേ കൗൺസിലിങ്ങിന് പോലും, അതായത് അവർക്ക് പറയാനുള്ള കേൾക്കാൻ പോലും തയ്യാറാവാത്ത ഒരു സാഹചര്യത്തില് ശരിക്കും ആ രീതിയിൽ നമ്മൾ ഇടപെടുകയാണോ വേണ്ടത്? ആ കുട്ടിക്ക് ആ ഒരു സ്ട്രെങ്ത് കൊടുക്കാനുള്ള കൗൺസിലിംഗ് കൊടുക്കുകയാണോ വേണ്ടത്? അതെ. അപ്പോ ഈ പറഞ്ഞ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ എല്ലാത്തിനും സൊല്യൂഷനും കാര്യങ്ങളും ട്രീറ്റ്മെന്റ് ഒക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോ ആരാ പറഞ്ഞത്? ഷാരിബ? യെസ് സർ. യെസ്, താങ്ക് യു. പിന്നെ അപ്പോ ഇതില് ഈ കുട്ടിക്ക് ഈ പറഞ്ഞതുപോലെ കൗൺസിലിങ്ങിന് അവർ തയ്യാറല്ല, ഫാമിലി മറ്റേ പറഞ്ഞ കുട്ടിയുടെ മനസ്സിൽ തയ്യാറല്ല എങ്കിൽ കുട്ടിയുടെ സ്ട്രെങ്ത് മനസ്സിലാക്കുക. കുട്ടീനോട് പറയാ, അയാള് നിങ്ങളെ കേൾക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ഇയാൾ കൗൺസിലർ, നിങ്ങൾക്ക് ആ കുട്ടിയെ നിങ്ങൾ നിർബന്ധമായിട്ടും അയാളെ ഫാമിലി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം കുട്ടിയോട്. നിങ്ങൾക്കൊരു ഇത് സങ്കടം ഉണ്ടാക്കാനായിട്ടുള്ള ഡിസിഷനോ അതൊന്നും അല്ല. പക്ഷെങ്കിൽ എന്താണ്, നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ കാണാം, നിങ്ങളുടെ ലൈഫ് നല്ലൊരു രീതിയിൽ പോകണം ആഗ്രഹിക്കുക. നിങ്ങൾക്ക് അയാളില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ആവശ്യമുള്ളത്. ചിലപ്പോൾ അയാൾ നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നില്ല, അത് നിങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ കൗൺസിലിംഗ് വരുന്നില്ല, ഒക്കെ ഓക്കെയാണ്. പക്ഷെ നിങ്ങൾക്ക് എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? അയാളെ കൂടെ തന്നെ പോകണോ? അയാൾ ഇതിനൊന്നും തയ്യാറല്ല എന്ന് പറയുന്ന സാധിച്ചു എനിക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അവരെ സ്ട്രെങ്ത്തിനെ നമ്മൾ പോസിറ്റീവായി കണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് ബെറ്റർ ലൈഫ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അയാൾ എന്താണ്, കുട്ടി ജോലി ചെയ്യുന്ന ഒരാളാണ്, ആ തൽക്കാലം കുറച്ച് ജോലി പെയ്യട്ടെ, ജോലി ചെയ്ത് ജീവിക്കുക, എന്നിട്ട് അതിന് കുറച്ചൊരു മെന്റലി ഓക്കെ കഴിച്ചാൽ പുതിയ റിലേഷൻഷിപ്പ് ആരെങ്കിലും പറഞ്ഞ അയാൾക്ക് പറ്റിയ അയാളെ തന്നെ കണ്ടെത്തും എന്നുള്ള ഒരു കാരണം. ഇതൊരു 50% നമുക്ക് അവിടെ കൊടുക്കും. അതേസമയത്ത് ഭർത്താവ് ഈ പറഞ്ഞ പോലെ ഡൈവോഴ്സിന് തയ്യാറല്ല, ഞാൻ കൊടുക്കൂല എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണ്, ഗവൺമെന്റ് തലത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും, പോലീസിനെ അറിയിക്കേണ്ടി വരും. പിന്നെന്താണ് അതിന്റെ അപ്പം ആ സമയത്ത് എന്താണ്, അയാൾ കൗൺസിലിംഗ് തയ്യാറാവും. ഈ പറഞ്ഞ കുടുംബക്കാരൊന്നും ഇടപെട്ടിട്ട് അയാൾ കൗൺസിലിങ്ങിന് വന്നിട്ടില്ലെങ്കിൽ അയാൾക്ക് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അന്നപ്പോ എന്താണ്, ഡയറക്റ്റ് ആയിട്ട് ഒരു കേസ് ഫയൽ ചെയ്യുക. കേസ് ഫയൽ എന്താണ്, അപ്പൊ എന്താണ്, ഗവൺമെന്റ് സർക്കിൾ ആയിട്ടുള്ള കൗൺസിലിംഗ് ഗവൺമെന്റ് തരത്തിലെ കൗൺസിലേഴ്സ് വരും, അവരെ മുമ്പിൽ ഇയാൾ ഇരിക്കേണ്ടി വരും. അപ്പൊ എന്താണ്, കുട്ടിയുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക. അവിടെ ഡൈവോഴ്സ് എന്നുള്ളതല്ല മെയിൻ ഓപ്ഷൻ, പക്ഷെ എന്താണ്, അവിടെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യും രണ്ട് കൂട്ടര്. അല്ല അവിടെ ഓക്കെ ആവും. ചിലപ്പോ അയാൾക്ക് പറയാനുള്ളതൊക്കെ ചിലപ്പോ അയാൾ മറ്റേ കൗൺസിലോട് അയാൾ പറയും. നിർബന്ധമായിട്ട് കൗൺസിൽ വന്നതാണല്ലോ, ആ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. സർ അതുപോലെ ഇപ്പൊ ഈ ഡിലൂഷൻ തോട്ട് എന്ന് പറഞ്ഞില്ലേ, ഡിലൂഷണൽ അതെ. അത് ശരിക്കും നമ്മള് ഈ കൂടോത്രം ചെയ്താലും കണ്ട ഒരു ഹിസ്റ്ററി ഞാൻ കേട്ടു, അതിൽ വാസ്തവമുണ്ട്. കൂടോത്രം ചെയ്തിട്ടുണ്ട് അത് അതൊരു പ്രീ എന്റെ ഞങ്ങളെ ഫാമിലി തന്നെ പാസ്റ്റ് ഹിസ്റ്ററിയിൽ പെട്ട അവർ കഥകളൊക്കെ കുറെ പറഞ്ഞു, കുറെയൊക്കെ ബിലീവബിൾ ആണ്, അത് കണ്ട സാക്ഷികളൊക്കെ ഉണ്ട്. അവരിങ്ങനെ ഈ പാമ്പിനെ കാണുന്നു, പക്ഷെ അതിന്റെ പ്രതിക്രിയ ചെയ്തു, അതെന്തോ അറിയില്ല, ചെയ്തപ്പോ അതൊക്കെ മാറി, മരുന്നൊന്നും കഴിച്ചിട്ട് മാറാത്ത അസുഖം അങ്ങനെ മാറി എന്നൊക്കെ പറയാം. അപ്പൊ അതിലൊക്കെ ബിലീഫ് സിസ്റ്റങ്ങൾ തന്നെയാണ്. കാരണം ചിലപ്പോ റിയൽ ഉണ്ട്. നമ്മളിപ്പോ ഓരോ മതവിശ്വാസങ്ങൾ പലതരത്തിലുള്ള വിശ്വാസങ്ങളല്ലേ. ഇപ്പൊ എനിക്കിപ്പോ അതൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റൂല, നിങ്ങൾക്ക് അത് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്റെ വിശ്വാസങ്ങൾ എനിക്ക് വലുതാണ്, നിങ്ങളുടെ വിശ്വാസങ്ങൾ ചിലപ്പോ അതില്ല, അങ്ങനെ ആയിരിക്കാം. കാരണം എന്താണ്, ചിന്താഗതിയിലുള്ള ചില പ്രയാസങ്ങൾ കാരണം നമ്മള് കൊഗ്നേറ്റീവ് റീസ്ട്രക്ചറിങ് നടത്തുന്നത് എങ്ങനെയാണ്, അവരെ നിലവിലുള്ള ചിന്തകളൊന്ന് മാറ്റുക. അപ്പോ ഈ ഒരു കൂടോത്രം ബ്രേക്ക് ആവുന്നുണ്ടോ? ഓക്കെ, നിങ്ങളെ ബ്രേക്ക് ആവുന്നുണ്ട്, എന്റെ ബ്രേക്ക് ആവുന്നുണ്ട്, ആരെങ്കിലും കേൾക്കുന്നു? ഓക്കെ ആണ് എല്ലാവർക്കും? ഓക്കെ. അപ്പോ അനീസന്റെ ആണെന്ന് തോന്നുന്നു.
അപ്പോ ഈ ഒരു കേസില് ഇവര് നമ്മളെന്താണ് നിലവിൽ അവരെന്തെങ്കിലും പാമ്പിനെ സ്ഥിരമായിട്ട് ഉറക്കത്ത് കാണുന്നു. അപ്പോ എന്താണ് അവരെവിടെയും പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു. അപ്പോ അതിനുശേഷം അവർ നിർബന്ധമായി ചെയ്യൽ തുടങ്ങി. ഇനിയിപ്പോ മുസ്ലിംസ് ആണെങ്കിൽ എന്തൊക്കെ ചെല്ലാൻ കൊടുക്കും. ഇനിയിപ്പോ ഹിന്ദുസ് ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും പൂജ ചെയ്യാൻ കൊടുക്കും. ഇതൊക്കെ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ പേരിൽ എന്തെങ്കിലാണ് എവിടെയാണ് അവിടെ റീകോഗ്നീഷൻ നടക്കുന്നത്? നിലവിലുള്ള പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങള് അവര് എന്താണ് ഇന്ന ആളടുത്ത് പോയി ഇന്നോട് അത് ചെയ്യാൻ പറഞ്ഞു, അത് ചെയ്താൽ മാറും എന്നെന്താണ് ആ പറഞ്ഞിട്ടുള്ള ആള് ഒരു പറഞ്ഞൊരു ഡിസ്റ്റോർഷൻ വിശ്വാസം. ആവൂലേ? ആ യെസ്, ഡിസ്ട്രോഷൻ ഇയാളെ മനസ്സിൽ വരും. അതിനുശേഷം എന്താണ് ഈ പറഞ്ഞ പാമ്പിനെ ഉറക്കത്ത് കാണണ്ടാവും. അപ്പൊ അയാളെ വിശ്വാസം എന്തായി? മതപരമായി എന്റെ പ്രശ്നങ്ങളൊക്കെ ആ തീർന്നു, ബിലീഫ് ഞാൻ സിസ്റ്റത്തില് അത് റെമഡിയേറ്റ് ചെയ്തു പോകും. കാരണം അത് ചെയ്തതുകൊണ്ട് അതെ എനിക്ക് പറ്റില്ല എന്നുള്ള വിശ്വാസം അവിടെ അങ്ങോട്ട് ആ അതെ അതെ ആ ബിലീഫ് സിസ്റ്റം അങ്ങോട്ട് ഉറച്ചങ്ങോട്ട് പോകും. അങ്ങനെയാണ് പല കേസുകൾ ഉണ്ടാവുക. അപ്പൊ എല്ലാരെയും മതപരമായിട്ട് നമ്മൾ പിന്നെ അത് എല്ലായിടത്തും ഓരോ വിശ്വാസങ്ങളാണ്. അപ്പൊ അതൊന്നും നമ്മൾ വ്രണപ്പെടുത്താനോ ഒന്നും പല കൗൺസിലിങ്ങിലും നമ്മളടുത്ത് വരുന്ന ബിലീഫ് സിസ്റ്റം കൂടുതലായിരിക്കും. അതപ്പോ അതൊന്നും നമ്മൾ ഒരിക്കലും എന്താണ് അവരെ വ്രണപ്പെടുത്താനോ അവർ മോശക്കാരാണ് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല അതൊന്നും നമ്മൾ പറയാൻ പാടില്ല. അവരുടെ വിശ്വാസങ്ങൾ അവർക്ക് എന്താണ് വളരെ വാല്യൂ കൊടുക്കുക. സാർ അതുപോലെ ഈ പറഞ്ഞു. മൊബൈൽ ഫോൺ അഡിക്ഷൻസ് ഒക്കെ വരുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ആ പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു. ഈ ആ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അഡിക്ഷൻ ആണ്. ഈ രാത്രി 2 ആ മണി വരെ 3 മണി വരെയൊക്കെ ഫോണും കൊണ്ട് ഉം, വേറെ ഉം, റൂമിലാണ്. അപ്പൊ അതിന്റെ ഉം, പേരിൽ വൈഫിന്റെ വീട്ടിലേക്കൊക്കെ പോവുകയും ചെയ്തു. ആ. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ഇടപെടാൻ പറ്റും കൂടുതലായിട്ട്? അയാൾ അറിയുന്നതാണ് അയാൾ മൊബൈലിൽ എന്താണ് കാണുന്നത് നമ്മൾ ആദ്യം അന്വേഷിക്കണം. എന്തിനാണ് ഇത്രയും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്? അതിനെപ്പറ്റി ഓക്കെ. എന്തെങ്കിലും അറിയാം? ഇല്ല, അത് കറക്റ്റ് അറിയില്ല. ആ അതന്നെ എന്താണ് കറക്റ്റ് ആയിട്ട്. ഇപ്പൊ ആ കുട്ടിക്ക് വലിയൊരു പരാതി തന്നെയാണ്, പ്രശ്നം തന്നെയാണ്. ഹസ്ബൻഡ് സ്വന്തം റൂമിൽ നിന്നും വേറെ റൂമിലേക്ക് രാത്രി 2 മണി വരെ എന്താണ് മൊബൈലിൽ കാണുന്നത്? ഈ പറഞ്ഞ കേസിലും വേണമെങ്കിൽ നമ്മൾ ഫ്രണ്ട് സർക്കിളിൽപ്പെട്ട ആരെങ്കിലും അയാളൊന്ന് ചോദിക്കുക. അറ്റ്ലീസ്റ്റ് ഈ അങ്ങനത്തെ കേസുകളിലൊക്കെ ഇപ്പൊ അടുത്തൊരു കേസ് ഉണ്ടായിരുന്നു. അയാൾക്ക് വേറൊരു റിലേഷൻഷിപ്പ്, ലേഡീസ് അല്ല ജെന്റ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോ ഇങ്ങനത്തെ കേസുകളിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. എന്താണ് മൊബൈലിൽ കാണുന്നത്? എന്താണ് അയാൾ ആരോടാണ് ചാറ്റിങ്? എന്താണ് ഇപ്പൊ റീൽസ് ഒന്നും ഇപ്പൊ 2 മണി 3 വരെയൊക്കെ അല്ലെങ്കിൽ ഗെയിംസോ ഒരു മൂവി ഇതൊക്കെ എല്ലാ ദിവസവും ഉണ്ടാവില്ല, ഇടയ്ക്കൊക്കെ ഉണ്ടാവും. പക്ഷെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഇയാൾക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അന്വേഷിക്കണം. അത് വ്യക്തമായിട്ട് നോക്കുക. ഓക്കെ. ചിലപ്പോ എന്താണ് ഈ പറഞ്ഞതുപോലെ തന്നെ ഭാര്യയെ ബാധിച്ച് ചിലപ്പോ വേറെ എന്തെങ്കിലും മാനസികമായി ഒരു ബുദ്ധിമുട്ടുള്ള അതിൽ നിന്നൊരു ഇമോഷണൽ നേരത്തെ പറഞ്ഞ നമ്മള് ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാഴ്ച ആണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അയാൾക്ക് എങ്ങനെയാണ് വൈകാരികമായിട്ട് പ്രകടിപ്പിക്കേണ്ടത് അറിയില്ല. അപ്പൊ അത് എങ്ങനെ പ്രകടിപ്പിക്കും ഭാര്യക്കും അറിയില്ല. രണ്ടുപേരും അതേ മൈൻഡുള്ള ആളാണെങ്കിൽ ഈ പറഞ്ഞ എങ്ങനെയെങ്കിലും സമയം മുന്നോട്ട് നീട്ടി പോകണം വിചാരിച്ച് സ്വന്തം റൂമിൽ നിന്ന് മാറിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം വൈഫ് ഒന്നും മിണ്ടുന്നില്ല, ഇയാളൊന്നും മിണ്ടുന്നില്ല, രണ്ടാൾക്കും ഒന്നും പറയാനുമില്ല. ഒന്നും കാര്യം ആ സമയത്തൊന്നും ആ സിറ്റുവേഷൻ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാകുമ്പോ എന്താണ് ഇവര് സ്വമേധ എന്താണ് തുടക്കത്തോടൊക്കെ എന്താണ് ഒരു മൊബൈൽ എടുത്തു പോകും. പിന്നെ അകന്ന് എന്താണ് സ്ഥിരമായിട്ട് ഒരു റൂമിൽ തന്നെ താമസിക്കുന്ന ഒരു കോലത്തിലാവും. അറ്റ്ലീസ്റ്റ് ഈ ഒരു കേസ് നിങ്ങൾ പറഞ്ഞത് മൊബൈലിൽ എന്തൊക്കെയാണ് യൂസേജ് ഉള്ളത്, എന്താണ് കാണുന്നത്, അതൊക്കെ ഒന്ന് അന്വേഷിക്കുക ആദ്യം. ഓക്കെ. താങ്ക് യു. ഓക്കെ. ഡിലൂഷണൽ സ്കിസോഫ്രീനിക്കിനെ ഒന്നുകൂടെ ചോദിച്ചോട്ടെ? ആ പറഞ്ഞു. അപ്പൊ അവരെ നമ്മൾ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുക? എങ്ങനെ ഡിലൂഷൻസ് അവരെന്തെങ്കിലും മെഡിസിൻസ് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയണം. മെഡിക്കൽ ആയിട്ടുള്ള ഇങ്ങനെ അതെ അവര് മെഡിസിൻസ് ചിലപ്പോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അവർക്ക് ഈ ഒരു വിശ്വാസമായിരുന്നു, അത് റെമഡിയേറ്റ് ചെയ്ത് പോയി. കാരണം അവരുടെ വിശ്വാസം അത് അങ്ങനെ ഇന്നൊരാൾ ചെയ്തതായിരുന്നു, അതിനുള്ള പ്രതിക്രിയ അവർ ചെയ്തു, അവരുടെതൊക്കെ മാറി. അപ്പൊ ഇപ്പൊ നിലവിലുള്ള പ്രശ്നം ഇപ്പൊ എന്താണ് അവർക്ക് അനുഭവിക്കുന്നത്? ഇപ്പൊ അതിനില്ല, ഇപ്പൊ ഒന്നുമില്ല, ബാക്ക് ടു നോർമൽ ആണ്. അപ്പൊ നോർമൽ. അപ്പൊ ഇപ്പൊ നിലവിലായിട്ട് ഡിലൂഷൻ ഇപ്പൊ ഒന്നുകിൽ അവർക്ക് അവരതിനെ പറ്റിയിട്ട് മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റീപോസിറ്റീവ് ആയിട്ട് നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് അവരോട് ചോദിക്കാം. മുമ്പുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇപ്പൊ തോന്നുന്നുണ്ടോ? അപ്പൊ അവരെ ബിലീഫ് സിസ്റ്റമായിട്ട് മുന്നോട്ട് പോവാണ് അത് തന്നെ ഏറ്റവും ബെറ്റർ. കാരണം അവര് അതിൽ റിലാക്സേഷൻ കണ്ടെത്തി കഴിഞ്ഞു. അത് ഫോൾസ് ആണോ റോങ് ആണോ എന്ന് നമ്മൾ നോക്കേണ്ടിയില്ല.
ഇല്ല ഇല്ല ഇല്ല, അതിലൊന്നും നമ്മൾ അതാ നോക്കാം. അവർക്ക് അത് ഇനിയിപ്പോ ഇത് കാരണം വേറെ എന്തെങ്കിലും മെന്റൽ ഇഷ്യൂസ് വരികയാണെങ്കിൽ മാത്രം നമുക്ക് വേണേൽ ചെയ്യാം, ഒരു കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കാം, ഇല്ല, ഇതിപ്പോ ഒരു അവര് തെറാപ്പി. ഓക്കെയാണ്. അവര് ആ അതവിടെ ആ സെറ്റായി. അല്ല എന്നാ പിന്നെ നമ്മളായിട്ട് ഇടപെട്ട് അത് ഒന്ന്, കാരണം അവര് നല്ലൊരു എന്താണ് ഒരു ഇത് ചെയ്തത് കൊണ്ട് നല്ലൊരു മാറ്റം വന്നല്ല അവർക്ക്. ഇനിയിപ്പോ ഒന്നും ചെയ്യാണ്ട. താങ്ക് യു സർ. താങ്ക് യു. പിന്നെ ഈ ഒരു ഫാമിലി നമ്മൾ പറഞ്ഞത്തെ ഒരു ഡിസ്കഷൻ എന്നുള്ളത് പരമാവധി ഒന്ന് ഇങ്ങനത്തെ കേസുകളൊക്കെ നേടുമ്പോൾ പരമാവധി ഒരു അപ്ലിക്കേഷനിൽ നോക്കുക, ഒരു അസസ്മെന്റും ഇന്റർവെൻഷനും അതുപോലത്തെ മെയിൻ്റനൻസ്, ഈ 3 ഫേസിലൂടെ തന്നെ പരമാവധി കടന്നു പോവുക. ആദ്യം മെയിൻ്റനൻസിലേക്ക് പോയി, പിന്നെ രണ്ടാമത് അസസ്മെന്റിലേക്ക് പോയി, പിന്നെ ഇന്റർവെൻഷൻ. അങ്ങനെ ആവരുത്. അസസ്മെന്റ് ആദ്യം കടുക്കുക, പിന്നെ ഇന്റർവെൻഷൻ പോവുക, പിന്നെ മെയിൻ്റനൻസ് എന്നുള്ള ഒരു പാറ്റേൺ തന്നെ കേസ് എടുക്കുക. എന്നാൽ നല്ല റിസൾട്ടും. പിന്നെ അതിന്റെ കൂടെ വേണമെങ്കിൽ നമ്മുടെ കൊഗ്നിറ്റീവ് ബിഹേവിയറിന്റെ തോട്ട് റെക്കോർഡ് ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് തോട്ട് റെക്കോർഡ് എഴുതിപ്പിക്കുക. എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള, കാരണം സിറ്റുവേഷൻ എവിടെയാണ് പ്രശ്നം ബാധിതരാണ്, 2 കൂട്ടരെ കൊണ്ട് അതിൽ എഴുതിപ്പിക്കുക. ആ പ്രശ്നത്തിൽ നിന്ന് വന്ന് പോസിറ്റീവിലേക്ക് മാറ്റി കൊടുക്കുക നമ്മൾ. ഓക്കെ അല്ലേ എന്നാല്? ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഡിഫറെന്റ് ലൈഫ് സ്പേസിൽ എന്ന് പറയുന്നത് പറയാൻ വേർഡ്സുകളില്ല. എന്തായാലും അടിപൊളി കോഴ്സാണ്. ഓക്കെ, താങ്ക് യു. ഇതൊക്കെ ഫ്രീ ആയിട്ടാണ് സാറ് തരുന്നതെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ പോസിബിൾ ആകുന്നത്? എന്റെ മനസ്സന്നെ വേണം സാർ. അതെ, ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും പരമാവധി ഒരു 50-55ഓളം തെറാപ്പികൾ ഞാൻ MSc സൈക്കോളജി എടുക്കുന്ന സമയത്ത് ഞാനും ഫൈസൽ സാറൊക്കെ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. അപ്പൊ പുള്ളിക്കാരന് പിന്നെ ഈ ഒരു കൗൺസിലിംഗ്, പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് മേഖലയൊക്കെ പോയപ്പോൾ ഞാനൊരു കൗൺസിലിംഗ് മേഖല, ഈ ഒരു തെറാപ്പി തന്നെ നമ്മളിപ്പോ ഏകദേശം ഒരു 10-15 തെറാപ്പി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എല്ലാം നമ്മുടെ യൂട്യൂബിലുണ്ട്, കയറി കാണുക, അതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കുക. പക്ഷെ ഇതാണ് ഒരു 1 മണിക്കൂർ കൊണ്ടുള്ളതാണ് തെറാപ്പി എന്ന് ഒരിക്കലും മനസ്സിലായി. ജസ്റ്റ് ഓവറോൾ ഒരു ഐഡിയ തരിക എന്നുള്ളതാണ്. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കാം. പിന്നെ എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കാൻ താല്പര്യം, ആ ക്ലാസ് ഒന്ന് എടുക്കണമെങ്കിൽ അതും പറയാം, അതൊന്നും വിഷയങ്ങളില്ല. ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ട് ഉപയോഗിക്കുക. ഇനിയിപ്പോ ഞാൻ പറയണതാണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ പറയണതാണ് പൂർണ്ണമായിട്ട് ശരിയെന്ന് ഒരിക്കലും നിങ്ങൾ കരുതരുത്. കാരണം ഞാൻ പറയുന്ന എന്തെങ്കിലും ബൈ മിസ്റ്റേക്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മൈക്ക് ഓപ്പൺ ആക്കി പറയാ, ഞാൻ മുമ്പ് അങ്ങനെ പഠിച്ചിട്ട് അതങ്ങനെയല്ലേ എന്നുള്ള തിരുത്താനും കൂടി നിങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിലാവണം. എന്നാ പറഞ്ഞാൽ എനിക്കൊരു അതിലുണ്ടാവും. പിന്നെ ഒരുപാട് സ്ഥിരമായിട്ട് വരുന്ന എന്റെ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ വളരെ സന്തോഷം, കാരണം നിങ്ങളെപ്പോലുള്ള കുറെ ആളുകൾ സ്ഥിരമായിട്ട് ജോയിൻ ചെയ്യുക. അത് നമുക്കും സന്തോഷമാണ്, നിങ്ങളെ സ്ഥിരമായിട്ട് എല്ലാ വെള്ളിയാഴ്ചകളും കാണുക. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. അതായത് ഒരു കുട്ടിയെ, അതിന് ആ ഹസ്ബൻഡ് മരിച്ചുപോയി, പക്ഷെ അതിന് അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആ കുട്ടിക്ക് എങ്ങനെയാണ് നമ്മള് പറഞ്ഞു? ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ കുട്ടിക്ക് എത്ര കുട്ടികളുണ്ട് അതില്? ഒരു കുട്ടിയുണ്ട്, 5 ഇയേഴ്സിന്റെ കുട്ടിയുണ്ട്. പിന്നെ ഈ കുട്ടിക്ക് 31 ഇയേഴ്സേ ഉള്ളൂ, വൈഫിന്. അപ്പൊ ലവ് മാരേജ് ആയിരുന്നു. പക്ഷെ ആഫ്റ്റർ 8 ഇയേഴ്സ് ആള് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. പക്ഷെ ഇപ്പൊ ആ കുട്ടി പറയുന്നത് എനിക്ക് എന്തിനാ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഒരു സ്റ്റേജിലാണ് ആ കുട്ടി നിൽക്കുന്നത്. അപ്പൊ കുട്ടി എഡ്യൂക്കേറ്റഡ് ആണോ? ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ ജോബിന് പോകാനും താല്പര്യം ഇല്ലാതെ, ഇങ്ങനെ ഒന്നും ചെയ്യാൻ താല്പര്യം ഇല്ലാണ്ടിരിക്കുകയാണ്. അപ്പോ കുട്ടി അങ്ങനെയുള്ള കേസിനോട് കുട്ടീനോട് ചോദിക്കുക എന്താണ് ഫ്യൂച്ചർ പ്ലാൻ. അതായത് കുട്ടിയോട് ചോദിക്കാം. നമുക്ക് ചിലപ്പോ കുട്ടിയോട് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ, എന്തായാലും അതിന് മുമ്പിൽ ഒരു കുട്ടി ഉണ്ടല്ലോ, അവരെ കുട്ടിയുണ്ട്, ഒരു 5 വയസ്സ്. അപ്പൊ ആ കുട്ടീനെ വളർത്താൻ വേണ്ടിയിട്ടെങ്കിലും നീ ജീവിച്ചേ പറ്റൂ എന്നുള്ള രീതി നമുക്ക് അവരെ ആദ്യം പോസിറ്റീവായി പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ നീ എന്തെങ്കിലും ഒരു കോഴ്സ് ഒക്കെ പഠിച്ച് നീ ഇനിയും പഠിക്കാൻ പോകണം. അതിന് കുറെ കോഴ്സുകൾ നമ്മൾ അവരോട് പറയാം. ഇതൊരു 6 മാസ കോഴ്സാണ്, അല്ലെങ്കിൽ ഒരു 3 മാസ കോഴ്സാണ്. ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് എവിടെയെങ്കിലും ജോലി സാധ്യതകൾ ഒരുപാട് പറയാം. ജോലി കിട്ടും എന്നല്ല പറയാം, ഇതിന് ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. നിനക്കും മോക്കും ജീവിക്കാൻ, നിന്റെ ഒരു ഡിപ്പെൻഡ് ആയിട്ടുള്ള കുറച്ച് കഴിഞ്ഞാൽ നിനക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റും. ഇനിയിപ്പോ കുറച്ചുകൂടി കഴിഞ്ഞ് നിനക്കൊരു പാർട്ണർ ആവശ്യം ഉണ്ടെങ്കിൽ നിനക്ക് തന്നെ വേണം ഒരു കല്യാണം കൂടി കഴിക്കാം, അന്നത്തെ ഒരു സാഹചര്യം നോക്കിയിട്ട്. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. കാരണം
നമ്മളെ പൊതുവെ ആയിട്ടുള്ള ഇങ്ങനത്തെ കേസുകളിലൊക്കെ ഫാമിലീസ് എന്നുള്ള കുട്ടികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഓ നിനക്കിത് സംഭവിച്ചുവല്ലോ, എനിക്കിത് സഹിക്കാൻ വയ്യ, സഹിക്കാൻ പറ്റും. സ്ഥിരമായിട്ട് കേൾക്കൊണ്ടിരിക്കുന്ന കാണാൻ വരുന്നവരും വീട്ടിൽ നിന്ന് കയറി വരുന്നതൊക്കെ നിനക്കിത് വരാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ എന്താണ് നീ അന്ന് ആ ലവ് അഫെയർ അവന്റെ കൂടെ പോയിട്ടല്ല നിനക്കിത് സംഭവിച്ചിട്ടുള്ളത്. ഇത് കേൾക്കുന്നത് കൊണ്ടാണ് ഇവരെ മൈൻഡ് എന്താണ്, പിന്നെ എനിക്കിനി ജീവിക്കണോ ഇല്ല, ജീവിച്ചിട്ട് ഒരു കാര്യമില്ല എന്നുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടിലേക്ക് പോകുന്നത്. ആ തോട്ട് എന്താണ്, വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം ഇനി ഒരു സംസാരം അവർക്കിടയിൽ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് കുട്ടിക്ക് പോസിറ്റീവായിട്ട് റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുക. പഠിക്കാനുള്ള എന്തെങ്കിലും ഇന്നതത്ര ഏതെങ്കിലും പഠിക്കാനുള്ളത് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള താൽക്കാലികമായിട്ട് ചെറിയ രീതിയിൽ അത് ഒരു ജോലി സെറ്റാണെന്ന് അന്വേഷിക്കാൻ പറയുക. ആ ജോലി എന്താ കുട്ടി ഒന്നുകൂടി അവിടെ ആകുമ്പോൾ എൻഗേജ്ഡ് ആവും, പഴയ ഓർമ്മകളൊക്കെ ഒന്ന് മറക്കും, പുതിയ ജീവിതത്തെ കണ്ടു തുടങ്ങും. ഇതൊക്കെ ആയിരിക്കും. ഇതൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും അവർ. താങ്ക്സ്. താങ്ക് യു. സർ ചെറിയൊരു ഡൗട്ട് കൂടെ ഉണ്ട്. തീർച്ചയായും. നമ്മുടെ ഈ IPT-യും BCT-യും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് എന്തൊക്കെയാ ശരിക്കും? മറ്റേത് IPT ഒരു ടോക്ക് തെറാപ്പി എന്നുള്ളത് മാത്രമാണോ? ITPT എന്ന് പറയുന്നത് അവരെ ഇന്റർപേഴ്സ്, അതായത് ഉള്ളിലുള്ള കാര്യങ്ങൾ കൂടുതലായി നമ്മൾ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ചിലപ്പോ നമ്മൾ ഇന്നർ ഹീലിംഗ് ഒക്കെ പറയൂലേ, അവരെ ഉള്ളിൽ എവിടേക്കോ പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട്. അത് ഒരിക്കലും ചിലപ്പോ നമ്മൾ കണ്ടറിയോ, ചിലപ്പോ വീട്ടുകാരൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അവര് ഉള്ളിലുള്ള പ്രയാസങ്ങൾ മൊത്തം നമ്മൾ എന്താണ് പൂർണ്ണമായിട്ട് അറിയുക. അത് എന്താണ് അവരോട് നിന്ന് പുറത്തേക്ക് പ്രകടിപ്പിക്കാനുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തു കൊടുക്കുക. അതാണ് IPT-യിലേക്ക് നമ്മൾ തെറാപ്പിയിൽ നടക്കുന്നത്. ഇനി മറ്റേത് ഏതോ അതിന് പറഞ്ഞത് കേട്ടില്ല. നമ്മുടെ BCT തന്നെ. ആ BCT തന്നെ. ഇത് രണ്ടും നിങ്ങൾക്ക് ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? BCT തന്നെ. അവരെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ നേരെ ഓപ്പൺ ആക്കുന്നു, അത് പ്രകടിപ്പിക്കാൻ BCT-യിൽ പ്രകടിപ്പിക്കാൻ പഠിപ്പിക്കുന്നു. രണ്ടും കൺവേർട്ട് ചെയ്ത് പോയിക്കൂടെ? യെസ്. കാരണം പല തെറാപ്പികൾ നമുക്ക് ഒരു തെറാപ്പി തന്നെ ചിലപ്പോൾ പല തെറാപ്പി നിങ്ങൾക്ക് എന്താണ് കുറച്ച് കട എടുക്കേണ്ടി വരും എല്ലാത്തുനിന്നും. എന്നാലേ ഒരു തെറാപ്പി നമുക്ക് പൂർണ്ണമായിട്ട്, അതാണ് ഞാൻ പറഞ്ഞത് എക്ലക്റ്റിക് അപ്രോച്ച് ഇല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ് സിറ്റുവേഷൻ അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുക. കേസ് എന്തുമായിരിക്കോട്ടെ, തെറാപ്പി എന്തുമായിരിക്കും, നമ്മുടെ സിറ്റുവേഷൻ എന്താണ് അതിന് എക്ലക്റ്റിക് അപ്രോച്ച് എന്നാണ്. നമ്മുടെ എക്ലക്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് എന്താ, കൗൺസിലിംഗ് ഉപയോഗിക്കുന്ന ഒരു മികച്ചതായിട്ടുള്ള ഒരു അപ്രോച്ചാണ്. നമ്മുടെ മനസ്സിൽ എന്താണോ ആ കേസിന് തുടങ്ങുന്നത്, ആ കേസിൽ നമുക്ക് എന്താണ് കൊടുക്കാൻ തോന്നുന്നത് അത് കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് സമാധാനിപ്പിക്കുന്ന രീതിയിൽ അവരെ കേസ് മുഴുവനായിട്ട് പറഞ്ഞതിന് ശേഷം, കേട്ടതിന് ശേഷം, ഇന്ന സെഷൻ നമുക്ക് ഇത് കൊടുക്കാം, എന്റെ മനസ്സിൽ തോന്നുകയാണ് ഇങ്ങനെയാണ്. ഇപ്പൊ ഒരു ആങ്സൈറ്റിയിലാണ്, തൽക്കാലം ഇവർക്ക് ബ്രീത്തിങ് എക്സസൈസ് മതി, അത് മതി. അതാണ് എക്ലക്റ്റിക് അപ്രോച്ച്. അവരത് പോയിക്കോട്ടെ. തൽക്കാലം നിങ്ങൾ തുടർച്ചയായി ബ്രീത്തിങ് എക്സസൈസ് എടുക്കുക. എന്നിട്ട് എന്താണ് പിന്നെ ആങ്സൈറ്റി ലെവൽ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. അതേപോലെ എല്ലാ കേസിലും. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ എല്ലാരും? ഓക്കെ ഓക്കെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷം അറിയിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ വെബിനാറിൽ പങ്കെടുത്തതിന്. പിന്നെ അതിന്റെ റെക്കോർഡും കാര്യങ്ങളും PPT ഒക്കെ ഗ്രൂപ്പിൽ വരും. ഇതിന്റെ മുമ്പത്തെ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് വിംബിൾ അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും. പിന്നെ പരമാവധി നമ്മൾ ക്ലാസ്സുകളൊക്കെ ആളുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താണ് ഷെയർ ചെയ്യുക. എല്ലാ വെള്ളിയാഴ്ചത്തെ ആളുകൾ ജോയിൻ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ. ഓക്കെ, എനിവേ താങ്ക് യു എല്ലാവർക്കും. ഗുഡ് നൈറ്റ്.